ജ്യോതിസ്തവ ഭാനുമാനഹനിമേം രാത്രൗ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധീഹി ധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. സത്യം അന്വേഷിച്ച് ഗുരുസന്നിധിയിൽ എത്തിച്ചേരുന്ന ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള സംവാദം വേദകാലം മുതൽക്കോ ഇനിയിപ്പോ അതിനു മുമ്പൊരു കാലം കൽപ്പിക്കണമെങ്കിൽ അപ്പോ തൊട്ടോ ഉള്ള അവിഛിന്നമായ പരമ്പരയാണ്, സമ്പ്രദായമാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ സംവാദത്തിനാണ് അർത്ഥം. ഈ സംവാദമാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് തന്നെ പറയണു, രണ്ട് കോലുകള്, അരണിക്കോലുകൾ കൂട്ടി ഉരസി അതിൽ നിന്ന് അഗ്നി ഉണ്ടാക്കണ പോലെ ആചാര്യനും ശിഷ്യനും കൂടിയുള്ള സംവാദത്തിൽ നിന്നും ബ്രഹ്മവിദ്യ പ്രകാശിക്കണം. ആചാര്യോ അരണിരാദ്യസ്യാത് അന്തേവാസി ഉത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ എന്ന് ഭാഗവതം. തൈത്തിരീയോപനിഷത്തില് ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യാസന്ധി പ്രവചനഗും സന്ധാനം ഇത്യധിവിദ്യം. ശ്രുതി ഉപനിഷത്ത് വിദ്യയെ പറയണു. ആചാര്യൻ പൂർവരൂപം, അന്തേവാസി ഉത്തരരൂപം. വിദ്യാസന്ധി പ്രവചനഗും പ്രവചനം എന്ന് പറയണത് ഈ സംവാദമാണ്. ബ്രഹ്മവിദ്യ, നിങ്ങളതിനെ ഭക്തി എന്ന് വിളിക്കൂ, ജ്ഞാനം എന്ന് വിളിക്കൂ, യോഗം എന്ന് വിളിക്കൂ, അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് വിളിക്കാം. കുട്ടിക്കാലത്തൊന്നും ഭാഗവതമൊന്നും വായിച്ചിട്ടില്ല. ആദ്യ ഉപനിഷത്തും ഭഗവത്ഗീതയും ഒക്കെ ആയിരുന്നു. പിന്നീട് ഭാഗവതം പരിചയപ്പെട്ട് വരുമ്പോ ഉപനിഷത്ത് തന്നെയാണ് ഭാഗവതം. ബാലകൃഷ്ണൻ നായർ സാറ് വളരെ രസിച്ചു ചൊല്ലുന്ന ഒരു ശ്ലോകം, വദന്തി തത് ബ്രഹ്മവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. വദന്തി തത് തത്വവിദഃ തത്വം, തത്വത്തിനെ അറിഞ്ഞവർ തത്വം ഇതാണ് എന്ന് പറയണു, സത്യം ഇതാണെന്ന് പറയുന്നു. യത് ജ്ഞാനം അദ്വയം, രണ്ട് ഇല്ലാത്തതായ അനുഭവം. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ആ അനുഭവത്തിനെ ഉപനിഷത്തുകൾ അഥവാ ജ്ഞാനത്തിന്റെ സംസ്കാരമുള്ളവർ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. ഭക്തിയുടെ സംസ്കാരമുള്ളവർ ഭഗവാൻ എന്ന് വിളിക്കണം. യോഗത്തിന്റെ സംസ്കാരമുള്ളവർ പരമാത്മാ എന്ന് വിളിക്കുന്നു. വസ്തുവോ ഒരേ വസ്തു തന്നെയാണ്. ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അറിഞ്ഞ് അടങ്ങുന്ന മാർഗമാണ് ജ്ഞാനം, അടങ്ങി അറിയുന്ന മാർഗമാണ് ഭക്തി. പുറമേക്ക് കാണുമ്പോൾ വളരെയധികം വ്യത്യാസം ഉണ്ടെന്ന് തോന്നും.
അറിഞ്ഞിട്ട് അടങ്ങുന്നത് ജ്ഞാനമാണ്, അടങ്ങിയിട്ട് അറിയുന്നത് ഭക്തിയാണ്. അതായത് ജ്ഞാനത്തിന്റെ കലാശത്തിൽ ഭക്തി ഉണ്ടായി തീർന്നേ പറ്റൂ. പക്ഷെ എന്താ ഭക്തി എന്നുള്ള ചോദ്യം ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞു. ഭക്തി എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു, ജ്ഞാനത്തിന് ശേഷമാണ് ഭക്തി. അങ്ങനെ ഒരു ഭക്തി ഉണ്ടോ എന്ന് വെച്ചാൽ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ബ്രഹ്മഭൂത പ്രസന്നാത്മ. ആർക്കാണ് ആ ഭക്തി വരുന്നത് എന്ന് വെച്ചാൽ സ്വയം തന്നെ താൻ ആരെന്ന് അറിഞ്ഞു, താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു, ബ്രഹ്മഭൂതനായിട്ട് തീർന്നു. ഞാൻ ശരീരമായിട്ടുള്ളപ്പോ മറ്റുള്ളവരുടെ ശരീരത്തിനെ കാണുന്നു. ഞാൻ മനസ്സിനെ അറിയുന്തോറും മറ്റുള്ളവരുടെ മനസ്സിനെ നോക്കാൻ തുടങ്ങും. ഞാൻ ബുദ്ധിയെ വളർത്തുന്തോറും മറ്റുള്ളവർക്ക് എത്ര ബുദ്ധിയുണ്ട് എന്ന് കാണും. ഞാൻ ചൈതന്യം മാത്രമായാൽ എല്ലാവരെയും ചൈതന്യമായിട്ട് കാണും. സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. സർവഭൂതങ്ങളിലും തന്നെ തന്നെ കാണുന്നു, തന്റെ തന്നെ സ്വരൂപത്തിനെ കാണുന്നു. കാണുമ്പോ എന്താ, ഞാൻ എനിക്ക് എന്ത് ഹിതമോ അത് എല്ലാവർക്കും ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ വരുന്ന ഐക്യാനുഭവത്തിനാണ് പ്രേമം എന്ന് പേര്. നമ്മൾ ഇഷ്ടത്തിനെ പ്രിയത്തിനെ പ്രേമമെന്ന് വിളിക്കുന്നു. അത് സ്വാർത്ഥത മാത്രമാണ്. എനിക്കിഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ ഇഷ്ടപ്പെടുന്നവർ വളരെ അപകടം പിടിച്ച ആളുകളാണ്. അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ തരും. ആ ഇഷ്ടപ്പെടുന്നവർ തന്നെ എപ്പ കടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏത് മനസ്സാണോ ഇഷ്ടപ്പെടുന്നത് ആ മനസ്സ് തന്നെ എപ്പ വെറുക്കുമെന്ന് പറയാൻ വയ്യ. ഇപ്പൊ ഇഷ്ടപ്പെട്ടു പിന്നെ വെറുത്തു. അതുകൊണ്ടാണല്ലോ സ്നേഹിച്ചൊക്കെ കല്യാണം കഴിക്കണു, പിന്നെ കുറെ കഴിഞ്ഞാൽ വെറുത്തു. ശണ്ട. കുരുക്ഷേത്രത്തിൽ പോലും ഇത്ര പൊരുത്തിയിട്ടുണ്ടാവില്ല. എന്തുപറ്റി? ഇഷ്ടം എവിടെ പോയി? ഇഷ്ടം എവിടെ വന്നുവോ അവിടെ തന്നെ അനിഷ്ടമുണ്ട്. അത് മനസ്സിന്റെ ആണല്ലോ, ഒരു വികാരമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കും. ജ്ഞാനിയുടെ ഇഷ്ടം അങ്ങനെയല്ല എന്നാണ്. വികാരത്തിന്റെ ഇഷ്ടമല്ല, തന്നെ തന്നെ എല്ലാവരിലും കാണുന്നവന് ആത്മദാ എന്നാണ്. അയാളുടെ ആത്മാവിനെ തന്നെ കൊടുക്കണം. സർവഭൂതങ്ങളിലും തന്നെ തന്നെ കാണുന്നു. പ്രസിദ്ധമായൊരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പറയാം. ഒരു കണ്ണാടി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മുറി. തമിഴ്നാട്ടിലൊക്കെ പോയാൽ നിങ്ങൾ പല അമ്പലങ്ങളിലും കാണും, കേരളത്തിൽ ഉണ്ടാവുമായിരിക്കാം. ദർപ്പണ മണ്ഡപം എന്ന് പറയും. ചുറ്റും കണ്ണട, മുകളിൽ ചുവട്ടിലെ വശങ്ങളിലൊക്കെ കണ്ണടയാണ്. അങ്ങനെ കണ്ണട കൊണ്ടുള്ള ഒരു മുറിയുടെ ഉള്ളിലേക്ക് ഒരു നായ കടന്നു. ആ നായ നോക്കി, മുമ്പിൽ മുഴുവൻ നായ്ക്കളാണ്, വശങ്ങളിലൊക്കെ നായ്ക്കളാണ്, മുകളിലും ചുവട്ടിലും നായ്ക്കള്. നായ എന്ത് ചെയ്യും? സ്നേഹിക്കുവോ? അത് കുരച്ച് 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 എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ശത്രുക്കളാണപ്പാ. ചുറ്റും നോക്കി നോക്കി കുരച്ച് 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 അവസാനം വീണു. ഒരാള് കൊണ്ടുവന്ന് നായ പുറത്തേക്കാക്കി നല്ല വെണ്ണ അലങ്കരിച്ച് നോക്കി നോക്കി ആസ്വദിച്ചു. ഇതൊക്കെ ഞാനാണെന്ന് അവനറിയാം. ഇതും ഞാനാണ്, ഇത് ഞാനാണ്, ഇത് ഞാനാണ്. ഓരോ പോസിലും തന്നെ തന്നെ കണ്ട് യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ അഭൂത് വിജാനതഃ തത്ര കോ മോഹ കശോക ഏകത്വമനുപശ്യതഃ. എവിടെ നോക്കിയാലും ആത്മൈവ അഭൂത്, എല്ലാം താൻ തന്നെ, തന്റെ തന്നെ പ്രതിഫലനം തന്നെ തന്നെയാണ് കാണുന്നതെന്ന് അറിയുന്നവൻ, അവന് മോഹം എവിടെ, ശോകം എവിടെ? അവൻ ഏകത്വത്തിനെ കാണുന്നവനാണ്, അന്യമായി ഒന്നും കാണുന്നില്ല. യാതൊന്നു കാൺപതത്തു നാരായണ പ്രതിമ. അല്ലെ, ബാലകൃഷ്ണൻ നായർ സാറ് മലയാളത്തിലെ 2 കൃതികളെ വ്യാഖ്യാനിച്ചു, ഹരിനാമ കീർത്തനമും ജ്ഞാനപാനയും. ഇപ്പൊ അത് കിട്ടാനില്ല എന്ന് പറയണ ഇല്ല അല്ലെ. 2 മലയാള മാമറകൾ എന്നാണ് അതിന് പേര് കൊടുത്തത്. എന്നുവെച്ചാൽ മലയാളത്തിലുള്ള വേദം എന്നാണ്. മലയാള മാമറകൾ എന്നാണ്. അതില് ഹരിനാമ കീർത്തനം പണ്ടൊക്കെ കേരളത്തിൽ മുഴുവൻ ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. അതിൽ ആദ്യത്തെ 4 ശ്ലോകം ഉപനിഷത്താണ്. എന്ത് ഗംഭീരമറിയും. നമുക്ക് സംസ്കൃതമൊന്നും വേണ്ട, അത് മനസ്സിലാവുമെങ്കിൽ മതി എന്നാണ്. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ
ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണായ നമ. നാരായണൻ തന്നെയാണ് ഏതെങ്കിലും ഒരു ആചാര്യന്റെ രൂപം എടുത്തു വന്ന് ബോധം വരുത്തുന്നത്. സാറ് ജീവിതം മുഴുവൻ ബോധം വരുത്താനാണ് ഇരുന്നത്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. ഞാനെന്ന ഭാവം തോന്നാതിരിക്കണമെങ്കിൽ രണ്ടവസ്ഥകളേ ഉള്ളൂ. ഒന്ന് സുഷുപ്തി, രണ്ട് ആത്മജ്ഞാനം, ആത്മാനുഭവം. രമണ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉദിയാതെ ഉള്ള നില നാം അതുവായി ഉള്ള നില. ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത സ്ഥിതി. ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ ഭഗവാനെ സ്തുതിക്കുമ്പോ നിരഹം പ്രപദ്യേ എന്നൊരു ശ്ലോകമുണ്ട്. അഹം ഉദിക്കാത്ത ആ പദത്തിനെ ഞാൻ നമസ്കരിക്കണു എന്നാണ്. അഹം ഉദിച്ചു കഴിഞ്ഞാൽ അഖണ്ഡത്തിൽ നിന്ന് നമ്മൾ വേറെയായി. അഹം ഉദിച്ചു കഴിഞ്ഞാൽ അഖണ്ഡത്തിൽ ഖണ്ഡം വന്നു. ഞാനൊരു വ്യക്തിയായി, പിന്നെ ഒരാളായി. ആ ഒരാളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് മണക്കണം, എന്ത് രുചിക്കണം, ഇത് വല്ലതും സുഷുപ്തിയിൽ നിങ്ങൾക്കുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? രാവിലെ എണീറ്റാലാണ് ഇനി എന്താ കാണേണ്ടത്, എന്താ കേൾക്കേണ്ടത്, എന്താ മണക്കേണ്ടത്, എന്താ രുചിക്കേണ്ടത്, എന്തിനാ സ്പർശിക്കേണ്ടത്, ഈ ചോദ്യമൊക്കെ ഈ അഹം ഉദിക്കുമ്പോ വന്നു. തമിഴ്നാട്ടിൽ ഒരു ആഴ്വാറുണ്ടായിരുന്നു, നമ്മാഴ്വാർ എന്ന് പേര് അദ്ദേഹത്തിന്. അദ്ദേഹം സദാ ആഴ്വാർ എന്നുള്ള പേരിന് അർത്ഥം തന്നെ ബ്രഹ്മാനുഭവത്തിൽ ആഴ്ന്നിരിക്കണവൻ എന്നർത്ഥമാണ്. മുങ്ങിയിരിക്കണ ആളെന്ന്. കൊച്ചു കുട്ടിയായിരിക്കുമ്പോ തന്നെ നോക്കൂ, ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയണത്, സ്വാനുഭൂതി എന്ന് പറയണത് എപ്പോ വരും എന്നൊന്നും പറയാൻ വയ്യ. പുറമേ നിന്നും കാക്കയിരിക്കെ പനമ്പഴം വീണു എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കാരണമായേക്കാം. ബാലകൃഷ്ണൻ നായർ സാർക്ക് കാരണമായത് നല്ലവണ്ണം മുമ്പ് തന്നെ ശാസ്ത്രവും സംസ്കൃതവും ഒക്കെ അറിയാൻ പഠിച്ചിട്ടുണ്ട്. തന്റെ മകൻ 7 വയസ്സായ കുട്ടി, സാർ തന്നെ പലവട്ടം ഈ കഥ ആവർത്തിച്ചിട്ടുണ്ട്. 7 വയസ്സായ കുട്ടി ടെറ്റനസ് വന്ന് മരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. മരിക്കണതിന് ഒരു 40 മിനിറ്റ് മുമ്പ് അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ശിവനാമം ഉപദേശിച്ചു എന്നാണ്. 40 മിനിറ്റ് നേരം ശിവനാമം ജപിച്ചുകൊണ്ട് സന്തോഷമായി പ്രസന്നമായി മരിച്ചു. ശരീരം വിട്ടു. അപ്പൊ സാർ തീരുമാനിച്ചു, ഇനി പഠിച്ചിട്ടൊക്കെ എന്ത് കാര്യം. അന്ന് PhDക്ക് തീസിസ് എഴുതി വെച്ചിരിക്കുന്ന സമയമായിരുന്നു അത്ര. അതൊന്നും സബ്മിറ്റ് ചെയ്തില്ല. ഇനി അതൊന്നും വേണ്ട, ഇതുപോലെ പ്രസന്നമായി ശരീരം വിടാൻ കഴിയണമെന്ന് തീരുമാനിച്ചു വന്നു. ഒരു കൊച്ചുകുട്ടി സാക്ഷാത് ശിവൻ തനിക്ക് ഉപദേശിക്കാനായിട്ട് തന്റെ മകന്റെ രൂപത്തിൽ വന്നു എന്ന് എടുത്തു എന്നാണ്. അതാണ് ശിവാരവിന്ദം എന്ന ആ ഭാഷ്യത്തിനൊക്കെ പേര് കൊടുക്കാൻ കാരണം. അരവിന്ദൻ എന്നുള്ളത് ആ കുട്ടിയുടെ പേരാണ്. ശിവൻ തന്നെ തനിക്ക് ഉപദേശിക്കാനായി ഈ രൂപത്തിൽ വന്നു എന്നെടുത്തു. എങ്ങനെ നടക്കണോ നോക്കൂ കഥ. ഇതാണ് ഗുരു എന്ന് പറയുന്നത്. നമ്മൾ അന്വേഷിക്കേണ്ടതല്ല, പക്വമായ ആൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ വരും. പക്വതയാണ് മുഖ്യം, അല്ലാതെ ഗുരു മുഖ്യമല്ല. വാസിഷ്ഠത്തിലൊരു ശ്ലോകമുണ്ട്. വസിഷ്ഠൻ രാമനോട് പറയുന്നു, ഗുരു എല്ലാവർക്കും ഒരേപോലെയാണ് ഉപദേശിക്കുന്നത്. ഉപദേശക്രമോ രാമ വ്യവസ്ഥാമാത്ര പാലനം. ഇവിടെ ഒരു മൈക്ക് വെച്ചു, ഞാൻ വന്നിരുന്നു, എന്തൊക്കെയോ പറയണു. എന്താന്ന് വെച്ചാ പറയണം, നിവൃത്തിയില്ല, ഇരുന്ന് പറയണം. ഇത് വ്യവസ്ഥാമാത്ര പാലനാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കോ ജ്ഞപ്തി ഉണ്ടായി. അതിന് ഞാൻ കാരണക്കാരനല്ല എന്നാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കോ ഒരാൾക്ക് തെളിഞ്ഞു എന്ന് വെച്ചാൽ അതിന് ഞാൻ ഒരു ഉപകാരണം മാത്രമാണ്. അവരുടെ ഉള്ളിൽ അത് ചെന്ന് ബാധിക്കുന്നു. എന്താന്ന് വെച്ചാൽ അതിന് അവരുടെ പക്വതയാണ് കാരണം. ഉപദേശക്രമോ രാമ വ്യവസ്ഥാമാത്രപാലനം ജ്ഞപ്തേസ്തു കാരണം നൂനം ശിഷ്യപ്രജ്ഞൈവ കേവല. ഈ ശിഷ്യന് പ്രജ്ഞ ഉണ്ടെങ്കിൽ, ശിഷ്യന് പക്വതയുണ്ടെങ്കിൽ, അറിയാനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ, ഭാഗവതം പറഞ്ഞിട്ട് ശുഗബ്രഹ്മ മഹർഷി അങ്ങനെ നോക്കി. എന്താന്ന് വെച്ചാൽ ഈ സ്വാനുഭൂതി വന്നാൽ ഈ ജ്ഞാനികൾക്ക് അറിയാം, ആർക്കോ കിട്ടിയിട്ടുണ്ട് എന്നറിയാം. ഉപദേശിക്കുന്ന ആൾക്ക് അതറിയാം, എവിടെയോ ചെന്ന് പറ്റിയിട്ടുണ്ട് എന്നറിയാം. അതുകൊണ്ട് പരീക്ഷത്തിനാണോ ഉപദേശിച്ചത്,
ഉപദേശിച്ച ശേഷം ശുകബ്രഹ്മ മഹർഷി അങ്ങനെ അങ്ങോട്ട് നോക്കിത്രേ. നോക്കുമ്പോ ഒരു മൂലയ്ക്ക് ഒരു തൂണിൽ ചാരി ഒരു പയ്യൻ കൊച്ചുകുട്ടി ഇരിപ്പുണ്ട്. ഭാഗവതം കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ശ്ലോകം. ശുകാചാര്യർ പറയണ്ട്, തോ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ സൂതൻ, അസൗ സൂതഃ വക്ഷ്യത്തെ. ഞാൻ പോയാലും പരീക്ഷിത്ത് പോയാലും ഈ സൂതൻ ഉണ്ടാവും, സൂതന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. സൂതൻ പരീക്ഷിത്താണ് മുഖ്യ ശ്രോതാവ്, ഈ സൂതൻ ലക്ഷ്യശ്രോതാവാണ്. അയാൾ നേരിട്ട് കേട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഉപദേശം ഡയറക്റ്റ് എക്സ്പീരിയൻസിന് കൊടുത്തു. പരോക്ഷമായ ഉപദേശം അപരോക്ഷ അനുഭവത്തിന് കൊടുത്തു. ഇപ്പൊ സാർക്ക് ഉദ്ദേശിച്ചല്ല ആ കുട്ടി പറഞ്ഞത്, ആ കുട്ടിയുടെ രൂപത്തില് ഭഗവാൻ വന്നു എന്ന് സാറെടുത്തു. ഈ നമ്മാഴ്വാർ 8 മാസമോ മറ്റോ ഉള്ളപ്പോ തന്നെ സ്വാനുഭവ സമ്പന്നനായിട്ട് തീർന്നു എന്നാണ്. എന്നുവെച്ചാൽ ജന്മന അങ്ങനെ ആയിരുന്നിരിക്കണം. 1 വയസ്സോ മറ്റാവുമ്പോ ഈ കുട്ടി എഴുന്നേറ്റ് ഇരുന്നത് തന്നെ സമാധിസ്ഥിതിയിലാത്രേ. ഇതൊക്കെയാണ് നമ്മൾ കഥ കേൾക്കുന്നത്. ഒരു പുളിമരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി കുട്ടിയെ ഇരുത്തി 17 വയസ്സ് വരയ്ക്കും മിണ്ടിയില്ല. 17ാമത്തെ വയസ്സിലാണ് മധുരകവി ആഴ്വാർ എന്ന് പറയുന്ന ഒരു ഭക്തൻ, ഒരു ജിജ്ഞാസു, വടക്കേ ഇന്ത്യയിലൊക്കെ ഗുരുവിനെ അന്വേഷിച്ച് നടന്ന ആള്, രാത്രിയാവുമ്പോ ഒരു വെളിച്ചം കാണും ആകാശത്തിൽ. ആ വെളിച്ചത്തിനെ തുടർന്ന് നടന്നു വന്ന് അവസാനം തമിഴ്നാട്ടിൽ നമ്മാഴ്വാർ ഇരിക്കുന്ന ഗ്രാമത്തില് ആ സ്ഥലത്തേക്ക് വന്നപ്പോ തന്റെ ഗുരുനാഥനെ കണ്ടു എന്നുള്ള ഉറപ്പ്. ചെന്ന് നമസ്കരിച്ചു. ഇത്രയും കാലം മിണ്ടിയിട്ടില്ല, 17 വർഷം. ഈ മധുരകവി ചെന്ന് നമസ്കരിച്ചിട്ട് ചോദിച്ചു, ചിറ്റിൻ വയത്തിൽ സിറിയതൊன்று പിറന്താൽ എത്തൈ തിன்று എങ്കേ കിടക്കും. ഇതാണ് ചോദ്യം. ഈ ചോദ്യം വേറെ വിധത്തിലാക്കി ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഇതാണ് വളരെ യുക്തമായിട്ട് തോന്നുന്നത്. ചിറ്റിൻ വയത്തിൽ, നമ്മൾ പറഞ്ഞല്ലോ, സുഷുപ്തി അവസ്ഥയിൽ നിന്നും ഈ അഹങ്കാരം ഉദിച്ചു കഴിഞ്ഞാൽ എന്തിനെ തിന്നണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കണ്ണിലൂടെ രൂപം, ചെവിയിലൂടെ ശബ്ദം, മൂക്കിലൂടെ മണം, നാവിലൂടെ രുചി. പക്ഷെ സാധാരണ ആളുകൾക്ക് ഈ ചോദ്യമേ മനസ്സിലാവില്ല, അല്ലെ? ചിറ്റിൻ വയത്തിൽ സിറിയതൊன்று പിറന്താൽ, ചിറ്റിന്റെ വയറ്റിൽ നിന്ന് അല്പമായി ഒന്ന് ജനിച്ചു. എത്തൈ തിன்று എങ്കേ കിടക്കും, അത് എന്തിനെ തിന്ന് എവിടെ കിടക്കും ചോദിച്ചു. 17 വർഷം മിണ്ടാതിരുന്ന ആ യോഗി ആദ്യം വായി തുറന്നപ്പോ പറഞ്ഞു, അത്തൈ തിன்று അങ്കേ കിടക്കും. അതിനെ തന്നെ അനുഭവിച്ച് അവിടെ തന്നെ കിടക്കും എന്നുവെച്ചാൽ ഉദിക്കുന്ന സ്ഥലത്ത് തന്നെ അടങ്ങിപ്പോകും. അഖണ്ഡത്തിൽ നിന്നും, സാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കാണ് അഖണ്ഡബോധം. എന്താ ഈ അഖണ്ഡബോധം? അവിഛിന്ന ബോധം. ആ അഖണ്ഡത്തില് ഞാനെന്ന് ഉദിക്കുമ്പോ തന്നെ ഖണ്ഡം വന്നുപോയി. രമണ മഹർഷിയോട് ഒരാള് ഒരു ദിവസം ചോദിച്ചു, സ്വാമി, ഞാൻ ആന്ധ്രയെന്ന് വരികയാണ്, എനിക്ക് തപസ് ചെയ്യണം. എന്റെ ഗുരു പറഞ്ഞു അങ്ങയുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ തപസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കാണിച്ചു തരും എന്ന് പറഞ്ഞു. ഞാൻ ഏത് ഗുഹയിലാ തപസ് ചെയ്യേണ്ടത്, എവിടെയാ പോണ്ടത്, ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം, എനിക്കൊരു സ്ഥലം നിർദ്ദേശിച്ചു തരൂ. മഹർഷി ആദ്യമൊന്നും മിണ്ടിയില്ല. ഇയാൾ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ അങ്ങ് വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ആശിച്ചു വന്നു, അങ്ങ് ഒന്നും മിണ്ടുന്നില്ലല്ലോ, എനിക്ക് തപസ് ചെയ്യാനൊരു സ്ഥലം കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു. അപ്പം രമണ ഭഗവാൻ നടക്കാൻ പോണ സമയമാണ്. എഴുന്നേറ്റ് കാലൊക്കെ അതൊക്കെ ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തപസ് പണ്ണണമാ, വന്ന വഴിയേ പോ. തപസ് ചെയ്യണോ, വന്ന വഴിക്ക് പോ. ഇയാൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇത്രയൊക്കെ മെനക്കെട്ട് വന്നു, വന്ന വഴിയേ പോന്ന് പറഞ്ഞല്ലോ, തിരിച്ചു പോകാൻ പറഞ്ഞതാണ്. നീ എന്താ ചോദിച്ചത്? ഞാൻ എങ്ങനെ തപസ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഈ ഞാൻ എങ്ങനെ ഉദിച്ചുവോ, എവിടെ നിന്ന് ഉദിച്ചുവോ ആ വഴി അന്വേഷിച്ച് ഉള്ളിൽ പോ. ഈ അഹങ്കാരത്തിന്റെ ഉദയം, പിറപ്പിടം, മൂലസ്ഥാനം എന്താണെന്ന് അന്വേഷിച്ച് ഉള്ളിൽ പോയാൽ അഖണ്ഡമായ പൂർണ്ണവസ്തു. അല എവിടെ ഉദിക്കണമെന്ന് അന്വേഷിച്ചാൽ എവിടെ പോയി ലയിക്കും? കടലില്, അല്ലേ? അല സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ ഈ വ്യക്തിത്വം എവിടെ ഉദിക്കണു, ഈ അഹങ്കാരം എവിടെ ഉദിക്കണു എന്ന് ആരായുമ്പോ
ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. നാരായണ ഗുരുസ്വാമി ജനനീ നവരത്നമഞ്ജരി അതിലെ ശ്ലോകാണ് ആരായുകിൽ തിരകൾ നീരായിടുന്നു. ഈ അല എന്താണെന്ന് അന്വേഷിക്കുമ്പോ വെള്ളമാണ്. ഫണി നാരായിടുന്നു. പാമ്പ് എന്ന് വിചാരിച്ചു ലൈറ്റ് അടിച്ചു നോക്കിയപ്പോ കയറേ ഉള്ളൂ. അതുപോലെ ഈ അഹങ്കാരം അഹങ്കാരം എന്ന് പറയണു നമ്മള്, അല്ലേ? ഞാൻ 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 എന്ന് പറയണു. ഏറ്റവും അധികം ജപിക്കണ മന്ത്രമാണത്. നിങ്ങൾ എത്ര മന്ത്രം ജപിച്ചാലും ഇത്രയധികം ജപിക്കാൻ ഒക്കെയില്ല. ഞാൻ 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 എന്ന് പറയണ്ട്. ഈ ഞാൻ എന്താ അതിന്റെ സ്വരൂപം? ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ എന്ന് പറഞ്ഞു. ശരി, തോന്നനുണ്ടല്ലോ ഇപ്പോ, അല്ലേ? തോന്നായിക വേണമെന്ന് പറഞ്ഞു. തോന്നനുണ്ടല്ലോ ഇപ്പോ. ഈ തോന്നണത് എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഇതിന്റെ സ്വരൂപം എന്താണ്? നല്ല ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ മാർഗം അറിയെങ്കിൽ നല്ല സൗകര്യമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ശണ്ട കൂടുമ്പോ എന്റെ അടുത്താണോ നിങ്ങൾ പറയണതെന്ന് പറഞ്ഞു. നോക്കൂ നോക്കൂ നോക്കൂ, തന്നെ പിടിച്ചോളാന്ന് പറഞ്ഞു. ആരാ ഈ ഞാൻ? എനിക്കറിയൂ. എന്താ ഈ ഞാൻ? ശരീരം പറയില്ല, അല്ലേ? അത് വെറും ജഡം. ചൈതന്യവും പറയില്ല. ചൈതന്യം പറയോ? ഇല്ല. അത് അഖണ്ഡം, പൂർണ്ണം. പിന്നെ ആരാ ഈ ചൈതന്യവുമല്ല ജഡവുമല്ല, രണ്ടിനും നടുവില് ഒന്ന് ഉദിക്കണം. ഈ അഹങ്കാരം എന്ന് പറയുന്ന അസ്മിത. ഈ അഹങ്കാരത്തിന്റെ സ്വരൂപത്തിന്, നമ്മളുടെ സകല ദുഃഖത്തിനും മൂലകാരണമായിട്ടുള്ള ഈ വ്യക്തിത്വം, ജീവം കൽപ്പയത്തെ പൂർവം തതോ ഭാവാൻ പൃഥക് വിധാൻ എന്ന് ഗൗഡപാദാചാര്യ, ഗൗഡപാദകാരിക. ആദ്യത്തെ കൽപ്പനയാണ് ജീവകൽപ്പന. ഇത് ഉദിച്ചു കഴിഞ്ഞാൽ അനേക കൽപ്പനകള്, കൽപ്പനാ പരമ്പരകൾ പുറകെ വരും. ജീവകൽപ്പന ആദ്യം ഞാൻ എന്ന് പറഞ്ഞ് തോന്നി. സുഷുപ്തിയിലോ ഞാൻ പോയി. എന്താ കുറവൊന്നുമില്ല. അവിടെ അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത്. വിവേക ചൂടാമണി വളരെ ക്രിസ്റ്റൽ ക്ലിയർ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സുപ്രീം ഇന്റലിജൻസ്. ഇന്നലെ പറഞ്ഞില്ലേ ആകാശകൽപ്പജ്ഞാനം എന്ന് പറഞ്ഞില്ലേ, തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ സാറ് ഇടയ്ക്കിടയ്ക്ക് പറയും ഇതൊന്ന് ബുദ്ധി കൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുമോ എന്ന് പറയും. പിന്നെ ആവാം എന്നാണ്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കൂ. ഇവിടെ മനസ്സിലാക്കാനൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ശ്രദ്ധിക്കുമ്പോ ഈ ശ്രദ്ധിക്കുന്നതിന്റെ പിറപ്പിടത്ത് തന്നെ അതുണ്ട്, മൂലത്തിൽ തന്നെ അതുണ്ട്. അപ്പോ ഈ അഹന്ത ഉദിച്ച ഉടനെ എല്ലാ ഭേദചിന്തകളും പൊന്തി വന്നു. മനസ്സ് വിരിഞ്ഞു. അഹന്ത ലയിച്ചതോടുകൂടെ മനസ്സ് ലയമായി. പക്ഷേ സുഷുപ്തിയിൽ അൺകോൺഷ്യസ് ആയിട്ട് ലയമായി. നമ്മൾ വിചാരം ചെയ്യുമ്പോ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഇതിന്റെ പിറപ്പിടം ആരായുമ്പോ അഖണ്ഡ പ്രജ്ഞ നമ്മളുടെ സ്വരൂപമായി. ഞാൻ എന്നുള്ളത് ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ വിട്ടുമാറി ശുദ്ധ ചൈതന്യമായി, ശുദ്ധബോധമായി. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവ. സാറ് എപ്പോഴും ശുദ്ധബോധം ശുദ്ധബോധം എന്ന് പറയും. ഇതെന്താ ഇദ്ദേഹം ശുദ്ധബോധം എന്ന് പറയുന്ന? സാറ് പുതിയ വാക്ക് കണ്ടുപിടിച്ചതൊന്നുമല്ല, ആചാര്യസ്വാമികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവ സദസദിദമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാ ജാഗ്രതാദിഷ്വവസ്ഥാസു അഹം അഹമിതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. ശുദ്ധബോധസ്വരൂപനായി പരമാത്മാവ് ഹൃദയത്തിൽ പ്രകാശിക്കണു. എപ്പോന്ന് വെച്ചാൽ ഈ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ, അർത്ഥം എന്താണെന്ന് ആരാഞ്ഞ് ചകഞ്ഞു നോക്കുമ്പോ അഹങ്കാരമല്ല, അവിടെ അഖണ്ഡ പ്രജ്ഞയാണെന്ന് ഹൃദയത്തിൽ പ്രകാശിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞവന് തനിക്ക് ജനനമോ മരണമോ ഇല്ല, താൻ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവമായ പൂർണ്ണവസ്തുവാണെന്നുള്ള അനുഭവം മനസ്സിന്റെ സഹായം കൂടാതെ ഉള്ളിലുണ്ടാവും.
നല്ലവണ്ണം ഓരോ വാക്കും ഓർത്തോളണം. ഒരു ജ്ഞാനം, മനസ്സിന്റെ സഹായം കൊണ്ടുള്ള ജ്ഞാനം മനസ്സിൽ ലയിച്ചാൽ പോയി പോകും. ബുദ്ധിയുടെ സഹായം കൊണ്ടുള്ള ജ്ഞാനം, ബുദ്ധിക്ക് എന്തെങ്കിലും കേടുപാട് വന്നാൽ പോയി പോകും. പക്ഷേ ആത്മജ്ഞാനം മനസ്സിലോ ബുദ്ധിയിലോ അല്ല. മനസ്സിൽ ബുദ്ധിയൊക്കെ ഉപയോഗിക്കും, പക്ഷേ അത് അനുഭവത്തിൽ ഉണ്ടാവുന്നത് തന്നിൽ തന്നെയാണ്. തന്റെ സ്വത്തിൽ, തന്റെ സ്വരൂപത്തിൽ, തന്റെ അസ്തിത്വത്തില് ആത്മാ തന്നെ ആത്മാവിനെ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറയണത്. യമേവൈഷ വൃണുതേ തേന ലഭ്യഹാം തസ്യേഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ആത്മാ തന്നെ സ്വയം തന്നെ കാണിച്ചു കൊടുക്കും. ആർക്ക്? ആര് എനിക്ക് ആത്മജ്ഞാനം വേണമെന്ന് ഉത്കടമായി അഭിലഷിക്കുന്നുവോ അവർക്ക് ആത്മാ തന്നെ കാണിച്ചു കൊടുക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്ക് വേണമെന്ന് രുക്മിണീ ദേവി വരിച്ചു. ഭഗവാൻ ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള കഥയുണ്ടല്ലോ അല്ലേ? നമ്മൾ വേണമെന്ന് ആശിച്ചാൽ ഈശ്വര കൃപ, ഭഗവത് കൃപ എപ്പോഴും തുണയ്ക്കായി കൂടെ ഉണ്ട്. എപ്പോഴും നമ്മളുടെ പുറകെ ഉണ്ട്. ഒരു കുറവുണ്ടാവില്ല. നമ്മളുടെ പക്ഷത്ത് നിന്ന് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായാൽ മതി. ആത്മസാക്ഷാത്കാരം എന്താണ്, ഈശ്വര സാക്ഷാത്കാരം എന്താണ്, ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഈ സംസാരത്തിൽ ദുഃഖമുണ്ട് എന്ന് ആദ്യം അറിഞ്ഞാൽ മതി. ഇവിടെ ജനനം മരണം എന്നുള്ള ദുഃഖമുണ്ട്. നമ്മൾക്കിവിടെ പരിഹാരം ഇല്ല എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മുമുക്ഷുത്വം വരും. ഇത്തിരി ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് മുമുക്ഷുത്വം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുറച്ച് ജീവിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ സാമർഥ്യമൊന്നും ഇവിടെ ചെലവാവില്ല. ഇവിടെ മരണമുണ്ട്, ഇഷ്ടപ്പെട്ടവരുടെ വിയോഗമുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരനെല്ലാം ഇട്ടിട്ട് പോകുമ്പോ ഒരു രാജാവ് ചോദിക്കണു, എന്തിനാ ഇതൊക്കെ ഇട്ടിട്ട് പോണത്, സുഖമായിട്ട് ഇരുന്നൂടെ, രാജകുമാരനല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും സുഖമായിട്ടിരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്, പക്ഷെ സാധിക്കണില്ലല്ലോ. യതി ജന്മജരാ മരണം ന ഭവേത്. ഇവിടെ ജനനം മരണമെന്ന് ഉള്ളത് ഇല്ലായിരുന്നുവെങ്കിൽ യതി ഇഷ്ടവിയോഗ ഭയം ന ഭവേത്. ഇപ്പൊ നല്ല സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. എന്താ ബുദ്ധന്റെ ഭാര്യയുടെ പേരെന്താ? യശോധര അല്ലെ? യശോധരയെ ഇപ്പൊ കല്യാണം കഴിച്ചുകൊണ്ടൊന്നും ഒരു കുട്ടി ഉണ്ടായിട്ടല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ അവര് മരിക്കില്ല എന്ന് പാര് കണ്ടു എന്നാണ്. യതി ഇഷ്ടവിയോഗ ഭയം ന ഭവേത്. പറയാൻ പാടുമെന്നറിയില്ല, ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. സാറിന്റെ അടുത്ത് ഒരു ആള് ചോദിച്ചു. സാറ് തന്നെ എന്നോട് പറഞ്ഞ കഥയാത്. സാർ ഇത്രയൊക്കെ പറയണ്ടല്ലോ. സാറുടെ ഭാര്യ മരിച്ചു. വളരെയധികം ഇഷ്ടപ്പെട്ട് പ്രിയമായിട്ട് ഇരുന്നൊരു ആള് മരിച്ചപ്പോ സാർ എങ്ങനെയാ അതിനെ ഉൾക്കൊണ്ടത് എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, എന്ത് വിഷമം, വരുന്നവരോടൊക്കെ എല്ലാവരും കാപ്പി കുടിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. അവര് പോയി, വേറെ ഒരു കർമ്മവും ഇവിടെ ചെയ്തില്ല. അവസാനത്തെ ദിവസം ഒരു ഭഗവത്ഗീത പാരായണം ചെയ്തു. ഇവിടെ ആരും ജനിച്ചിട്ടില്ല, ആരും മരിച്ചിട്ടില്ല. ആ സമയത്തും പറയാമെങ്കിൽ നമുക്ക് ജ്ഞാനം സാക്ഷാത്കാരമായി തീർന്നിരിക്കണമെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ജ്ഞാനം സമയം വരുമ്പോ കാലുവാരും. അറിഞ്ഞതിനെ മനനം ചെയ്യുന്നു, അത് ക്ലാരിറ്റി അല്ലേ? മനനം ചെയ്തത് വ്യവഹാരത്തിൽ മറന്നുപോവാതിരിക്കാനാണ് നിധിധ്യാസനം എന്ന് പറയണത്. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. നമ്മൾ ഇവിടുന്ന് കേൾക്കുമ്പോ നന്നായിട്ട് ചിലര് പലതരത്തിലുള്ള ശ്രോതാവാണ്. ചിലര് ആദ്യമായിട്ട് വേദാന്തം കേൾക്കാൻ വരുന്നവര് അവരുടെ മുഖം കണ്ടാ അറിയാം. അവിടെ വന്ന് ഇരുന്ന് ഇങ്ങനെയേ നോക്കും, അടുത്തിരിക്കണവരെ നോക്കും. താമസ ശ്രോത എന്നാണ്, അതായത് ചെവി അടഞ്ഞു കിടക്കാം. നോക്കൂ, നമ്മളല്ല വരുന്നത്, നമ്മളെ അന്തര്യാമിയായി ഭഗവാൻ കൊണ്ടുവരികയാണ്. പക്ഷെ ഓരോ സ്റ്റേജിലും നമ്മൾ കടന്നു പോകും. അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാല് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മെനക്കെടൊന്നും വേണ്ട. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദൂഷ്യമൊന്നുമല്ല. നിങ്ങൾക്ക് എപ്പോ മനസ്സിലാവണോ ഉള്ളിലുള്ള ആള് തീരുമാനിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്, അദ്ദേഹമാണ് ഇവിടെ ഇരുന്ന് പറയണത്, അദ്ദേഹം തന്നെയാണ് വിഷയം.
അതുകൊണ്ട് നിങ്ങൾക്ക് സമയമായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ കടക്കാൻ പാടില്ലയോ അതിവിടെ പറയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഉറങ്ങിപ്പോകും. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഒരു ചിത്തവൃത്തി വന്നു പോകും. ഷട്ടർ എപ്പിടണമെന്ന് അറിയാം അദ്ദേഹത്തിന്. അതുകൊണ്ട് അന്തര്യാമിയാണ് മുഖ്യ ശ്രോത. അതുകൊണ്ട് പേടിക്കണ്ട, എപ്പ വേണോ അപ്പൊ അനുഭവവും ജ്ഞാനവും ഒക്കെ വരും. തമോ ഗുണശ്രോത എന്ന് പറയുന്നത് ആദ്യം ഒന്നും മനസ്സിലാവില്ല, കേട്ടോണ്ടിരിക്കും. രണ്ടാമത് മനസ്സിലാക്കും. അതാണ് നോട്ടൊക്കെ എഴുതിയെടുക്കുക. അത് എഴുതിയെടുത്തിട്ട് ആർക്ക് പ്രയോജനപ്പെടും? എഴുതി വെക്കും, അത്ര തന്നെ. പിന്നെ ലക്ഷ്യശ്രോത, കേൾക്കുമ്പോ തന്നെ അനുഭവിക്കുന്ന ആളാണ്. അയാൾക്ക് കേൾവിക്കും അനുഭവത്തിനും നടുവില് പ്രതിബന്ധമൊന്നുമില്ല. ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ മതി എന്നാണ്. സകൃത് ശ്രവണാത്. ഭാഗവതം പറയണത് ഒരു പ്രാവശ്യം നിങ്ങൾ കേട്ടാൽ ഉള്ളിൽ ഭഗവാൻ വരുമെന്നാണ്. അതെ, അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഒറ്റ പ്രാവശ്യം. അപൂർവം, അത്ര പക്വ വ്യക്തികളാണെങ്കിൽ ഒരു പ്രാവശ്യം കേട്ടാൽ മതി. അല്ലെങ്കിലോ ആവർത്തിര അസകൃതുപദേശാത്. ബ്രഹ്മസൂത്രത്തിൽ ഒരു സൂത്രമാണ്, പലവട്ടം ആവർത്തിച്ച് കേൾക്കുക. എന്താന്ന് വെച്ചാൽ ഈ അവിദ്യ എളുപ്പത്തിലൊന്നും പോവില്ല. നല്ല പക്വമാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. ചിലപ്പോ കുറച്ചൊക്കെ അനുഭവവും ഉണ്ടാവും. ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒരു ചൈതന്യ സ്ഫൂർത്തി ഹൃദയത്തിലോ ഉണ്ടാവും. പക്ഷേ വ്യവഹാരത്തിൽ വരുമ്പോൾ മറന്നുപോകും. വ്യവഹാരത്തിൽ വരുമ്പോൾ ഞാൻ ബ്രഹ്മമായിട്ടിരിക്കില്ല, അച്ഛനാവും, അമ്മയാവും, ഭാര്യയാവും, ഭർത്താവാവും, കുട്ടികളാവും, സുഖിക്കുന്നവനാവും, ദുഃഖിക്കുന്നവനാവും, കോപിക്കുന്നവനാവും, ദ്വേഷിക്കുന്നവനാവും, വെറുക്കുന്നവനാവും, പലതര പ്രതീതികളിലും കടന്നുഴലുമ്പോ നമ്മളുടെ സ്വരൂപം മറന്നുപോകും. ആത്മോപദേശ ശതകത്തില് ഒരു ശ്ലോകമുണ്ട്, ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണമശനം, പുണരേണമെന്നിവണ്ണം, അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരരൂപം. അവിടെ സാറ് വ്യാഖ്യാനിക്കുമ്പോൾ ഉള്ളൊരു നിർവികാരരൂപം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണമശനം. ഇതിനാണ് വികല്പം എന്ന് പറയുന്നത്. വികല്പം എന്ന് വെച്ചാൽ അനുസ്യൂത നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ, കണ്ടീഷനിങ്, അധ്യാസം. നമ്മൾ എന്തൊക്കെ തന്നെ ഒരുപക്ഷെ ആത്മവിചാരം ചെയ്തു ധ്യാനത്തിലോ അല്ലെങ്കിൽ ഗുരുകൃപ കൊണ്ടോ ഞാൻ ശരീരമല്ല ആത്മാവാണെന്നൊരു ക്ഷണനേരത്തേക്ക് ഒരു അനുഭൂതി ഉണ്ടായാൽ പോലും വ്യവഹാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രാക്ടിക്കൽ വേൾഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അവിദ്യാമണ്ഡലത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോ ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, പുണരേണമെന്നിവണ്ണം, ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞ് അലയുമ്പോ ഉള്ള വസ്തുവിൽ ശ്രദ്ധ പോവില്ല. ഇന്നലെ പറഞ്ഞല്ലോ, ഭവപ്രവാഹം. ഭവപ്രവാഹം എന്ന് വെച്ചാൽ ബിക്കമിങ്. നമ്മുടെ മനസ്സ് എപ്പോഴും നോക്കിക്കൊള്ളുക, അത് ആയിത്തീരണം. പുസ്തകം എടുത്ത് വായിച്ചു, ഇതിൽ ഏകശ്ലോകി ഒക്കെ വായിച്ചപ്പോ ആത്മസാക്ഷാത്കാരം. എപ്പോ ആത്മസാക്ഷാത്കാരം കിട്ടും? രമണ മഹർഷിയുടെ ഒരു പുസ്തകമുണ്ട്, ടോക്സ് വിത്ത് രമണ മഹർഷി. അതിൽ നോക്കിയാൽ നിങ്ങൾ കാണാം, ഭഗവാനോട് ചോദിച്ചാൽ എപ്പോ കിട്ടുമെന്ന് ഒരിക്കൽ പോലും ഇപ്പൊ കിട്ടും, ഇന്ന സമയത്ത് കിട്ടുമെന്ന് പറയില്ല. നിങ്ങളതാണല്ലോ, നിങ്ങൾ അത് തന്നെയാണല്ലോ. എന്താ കിട്ടാനുള്ളത്? ആർക്കാ കിട്ടാനുള്ളത്? അല്ല, എനിക്ക് മനസ്സിലാവണില്ലല്ലോ. മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരാ? അപ്പോഴേ ഉള്ളൂ ഈ ചോദ്യം. അല്ലെങ്കിൽ ഞാൻ ആരാന്നുള്ള ചോദ്യം പോലും ഇല്ല. നിങ്ങൾ അതാണല്ലോ. തത്വമസി. ഈ ഡിണ്ടിമം മുഴക്കാൻ മാത്രമാണ് ഒരു ജ്ഞാനിയുടെ ശരീരം നിൽക്കുന്നത്. നീ അതാണല്ലോ. എന്താ നേടിയെടുക്കാനുള്ളത്? എന്താ അറിയാനുള്ളത്? അതായിട്ടിരിക്കൂ, ചുമ്മാ ഇത്. പക്വമായ ആളുകളാണെങ്കിൽ അങ്ങനെ പിടിച്ചെടുക്കും. സാറ് പറഞ്ഞു, ഈ കുട്ടിയുടെ ഇൻസിഡന്റ് നടന്നതും പാലക്കാടിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. ആ സമയത്ത് സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന അച്യുതൻ മാഷ്, മറ്റു പലരും അതൊക്കെ ഒരു സ്മരണിക പോലും ഇറക്കിയിരുന്നു. അതിൽ പലരും എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അന്നത്തെ കാലത്തെ ബാലകൃഷ്ണൻ നായർ സാറുടെ ജീവിതം ഒരു തപസ്വിയെ പോലെ ഏകാന്ത മനനം. അന്ന് തന്നെ അദ്ദേഹത്തിന് ഈ വസ്തു കിട്ടിക്കഴിഞ്ഞു. അന്ന് തന്നെ അദ്ദേഹത്തിന് ഈ നിശ്ചയം ഉണ്ടായിക്കഴിഞ്ഞു. അതിൽ ഗ്രഡേഷൻ ഒന്നുമില്ല. അന്ന് നെക്സലൈറ്റ് പിള്ളേരടക്കം സാറിന്റെ ക്ലാസ്സിൽ പോയിരിക്കും അത്രേ.
മറ്റൊരു ക്ലാസ്സിലും കയറാത്തവർ വേറെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ സാറിന്റെ ക്ലാസ്സിൽ പോയി സാറിന്റെ മലയാളം ക്ലാസ്സിൽ പോയി ഇരിക്കുന്നു. അന്ന് ഒറ്റപ്പാലത്ത് കോളേജില് സാറ് പ്രഭാഷണത്തിന് വിളിച്ചുകൊണ്ട് പോയി. ആലപ്പുഴ മുരളീധര മേനോൻ സാർ, അവരുടെ ബന്ധു ഇവിടെ ഉണ്ട്. മുരളീധര മേനോൻ സാറും ഞാനും കൂടെ ഒരിക്കൽ ബാലകൃഷ്ണൻ നായർ സാറെ കാണാൻ പോയപ്പോ ഈ കഥയൊക്കെ എന്നോട് പറയണ്ടായി. ഒറ്റപ്പാലത്ത് വിളിച്ചോണ്ട് പോയപ്പോ കോളേജ് പ്രൊഫസേഴ്സും ലെക്ചറേഴ്സിനും കുട്ടികൾക്കൊക്കെ ആയിട്ടൊരു പ്രസംഗം ബാലകൃഷ്ണൻ നായർ സാർ ചെയ്തു. ഗംഭീര ഇതേ വിഷയം തന്നെ. സാറുടെ സമാധി സമയത്ത് കുറച്ചു മുമ്പ് എന്ത് പറഞ്ഞു അത് തന്നെയാണ് 10-30 വർഷം മുമ്പ് പറഞ്ഞ കാര്യവും. അന്ന് ആ പ്രഭാഷണം ചെയ്തിട്ട് മുരളീധര മേനോൻ സാർ വലിയ രാമകൃഷ്ണ ഭക്തനാണ്, വലിയ ഭക്തനാണ്, വലിയ വാഗ്മിയാണ്. അദ്ദേഹം സാറോട് എന്തോ ചോദിച്ചു, സാറുടെ അവസ്ഥയെക്കുറിച്ചോ എന്തോ ചോദിച്ചു. അപ്പൊ അന്ന് പറഞ്ഞു അത്രേ, ഉപനിഷത്തുകൾ പറയുന്ന ആ ബ്രഹ്മാനുഭവം ഞാൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു അഭിമാനത്തിന്റെ വാക്കല്ല. ഉപനിഷത്തുകൾ പറയുന്ന ആ ആനന്ദം ഇടതടവില്ലാതെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനുഭവം പലർക്കും ബാലകൃഷ്ണൻ നായർ സാറെ കാണുമ്പോ പുറമേക്കൊന്നും പലർക്കും ഒന്നും തോന്നില്ല. എന്താന്ന് വെച്ചാൽ ആ നിയതി അദ്ദേഹത്തിന് ഉണ്ടായില്ല. പുറമേക്ക് ഒരു കരിഷ്മ കാണിക്കാനോ പുറമേക്ക് ഒരു പ്രചരിപ്പിക്കാനോ തിരുവനന്തപുരം വിട്ട് തന്നെ അധികം പുറത്തൊന്നും പോയില്ല. വിഷയം കാര്യം മാത്രം തന്റെ സ്വാനുഭവത്തിനെ ആസ്പദമാക്കി ഒരേ വിഷയമാണ് ജീവിതം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുന്നത്. ഒരുപക്ഷെ മനസ്സും കൊണ്ട് പോണ ആളുകൾക്ക് ഇതെന്താ തിരിച്ച് ഇത് തന്നെ പറയണമല്ലോ എന്ന് തോന്നണ രീതിയിൽ അത് തന്നെ പറഞ്ഞു പറയും ചെയ്യും. ഇതേ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ അനുഭവം കാണിച്ചു തരാൻ, പറഞ്ഞു തരാൻ, നമുക്ക് അനുഭവത്തിൽ തരാൻ മാത്രമാണ് മഹാപുരുഷന്മാര് പല രൂപത്തിലിവിടെ വരുന്നത്. അവര് ശരീരത്തിൽ സഞ്ചരിക്കുന്നത്. ശങ്കരാചാര്യർ സഞ്ചരിച്ചതും അതിനു വേണ്ടിയിട്ടാണ്. എത്രയോ പേര് സഞ്ചരിച്ചത് അതിനുവേണ്ടി. പക്വമായ ആൾക്ക് അയാൾക്ക് സമാധാനമാവുന്ന രീതിയിൽ അനുഭവം കിട്ടും. എല്ലാവരും ശങ്കരാചാര്യരും രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷി നാരായണ ഗുരുസ്വാമി ഒന്നും ആവില്ല. നല്ലവണ്ണം ഓർത്തോളണം, നമ്മൾക്ക് ആരും ആവണ്ട. ആദ്യം തന്നെ ഒന്ന് തീരുമാനിക്കുക, എനിക്കൊന്നും വേണ്ട. ഭാഗവതത്തിൽ ഭക്തന്മാരെയൊക്കെ നോക്കൂ, അവരൊക്കെ ഭഗവാന്റെ അടുത്ത് എനിക്ക് ഇത് തരൂ അത് തരൂ ആരും ചോദിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞ എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ എന്നാണ്. പറയുമ്പോ തന്നെ സമാധാനം വരും. ആഗ്രഹം അങ്ങോട്ട് വിട്ടാൽ തന്നെ സമാധാനം വരും. ഭക്തന്മാരൊക്കെ പറയണത് നാകപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷി. വൃത്രസ്തുതി. വൃത്രൻ പറയണ എനിക്കൊന്നും വേണ്ട ഭഗവാൻ, എനിക്ക് സ്വർഗമോ വേണ്ട, ഇനിയിപ്പോ ജനിക്കോ മരിക്കോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, പുനർജന്മോ എന്ത് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അങ്ങേ മറക്കാതെ ഇരുന്നാൽ മതി എന്നാണ്. ഭഗവത് സ്മരണം വിട്ടുപോവാതെ ഇരുന്നാൽ മതി. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ ജനിച്ചാൽ എന്താ മരിച്ചാൽ എന്താ എന്ത് വന്നാൽ എന്താ, സകലതും ഞാനാണെന്ന് അറിഞ്ഞവന് ഇനി എന്ത് ജനനം എന്ത് മരണം. അവരൊക്കെ ഒന്നും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എനിക്കൊന്നും ആകണ്ട. ഈ ആയിത്തീരാനുള്ള വ്യഗ്രത ആരുടെ ഉള്ളിലുണ്ടോ അവർക്ക് ഈ സത്യത്തിൽ നിൽക്കാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തോ ആള് കളിക്കാനാണ് പുറപ്പെട്ടിരിക്കുന്നത്, സത്യാന്വേഷികളല്ല നമ്മൾ. എന്തോ ആയിത്തീരാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. പലർക്കും സംഘടന ഉണ്ടാക്കണം, അവർ സംഘടന ഉണ്ടാക്കും. ചിലർക്ക് ആളുകൾ കൂടെ വേണം, അവർ ആളുകളെ ഉണ്ടാക്കും. ചിലർക്ക് പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കും. ആർക്കാണോ ഇതൊന്നും വേണ്ട, എനിക്ക് ഭഗവാനെ മതി എന്ന് അങ്ങോട്ട് തീരുമാനിക്കണമെങ്കിൽ, ഭഗവാൻ നിത്യസിദ്ധ വസ്തുവാണ്. വേറെ പലതിനെയും ചെന്ന് പഠിക്കുന്നത് കൊണ്ടാണ് ഭഗവത് അനുഭവം ഉണ്ടാവാത്തത്. ഭഗവാൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ വസ്തുവാണ്. ബാക്കി ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല. ശരീരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മനസ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ബുദ്ധി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ അവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പ്രകൃതിയിലുള്ള വസ്തുവിനെ എനിക്ക് കിട്ടിയിട്ടുള്ള വസ്തുവും ധരിക്കുക. ശരീരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അത് പോകുമ്പോ പോലും നമ്മളോട് പറയില്ല.
ഒരു പാർട്ട് കേടുവന്നിട്ടുണ്ടോന്ന് ഇപ്പൊ നമുക്കറിയില്ല. നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ലിവറും കിഡ്നിയും ഒക്കെ പണി നിർത്തണത്? ഒക്കെ അവരുടെ ഇഷ്ടത്തിനാണ്. കേരളം പോലെയാണ്. എപ്പോഴാ പണി മുടക്കാന്നറിയില്ല അല്ലേ? ഇതിനൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്റെ സ്വത്ത് എന്ന് നമ്മൾ പറയണത്. ഇതിപ്പോ എന്റെ ആണോ, എനിക്ക് സ്വന്തമായിട്ടുള്ള സാധനമാണോ? ഇതൊന്നുമല്ല. ഞാൻ ഈ ശരീരത്തുമായിട്ട് എനിക്കൊരു സംബന്ധവുമില്ല. ശരീരം പ്രകൃതിയിൽ വന്നിട്ടുണ്ട്, അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ജ്ഞാനിയുടെ ശരീരം പോലും, ജ്ഞാനിയെ നമ്മളാണ് ശരീരമായിട്ട് കാണുന്നത്, ജ്ഞാനി ഒരിക്കലും തന്നെ ശരീരമായി കാണുന്നില്ല. അതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയോ മനസ്സിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയോ നമ്മളുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും നേടിയെടുക്കാനോ ഉള്ള വ്യഗ്രത ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സത്യം മാത്രം വേണമെങ്കിൽ ഈ ഉപനിഷത്ത് മന്ത്രം പ്രമാണാണ്. തസ്യ ഏഷ ആത്മാ വിവൃണുതേ തനും സ്മാം. നിങ്ങൾ അമേരിക്കയിൽ ജനിച്ച ആളാണെങ്കിലും ശരി, ആഫ്രിക്കയിൽ ജനിച്ച ആളാണെങ്കിലും ശരി, ദൈവത്തിനെ കുറിച്ച് ഒട്ടും കേൾക്കാതെ വളർന്നിട്ടുള്ള ഒരു സമൂഹത്തിൽ ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളില് ദൈവമുണ്ട്. ദൈവം സ്വയമേവ തന്നെ പ്രകാശിപ്പിച്ചുകൊള്ളും. എത്ര അനുസ്യൂതം. നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കഥകൾ പറയണമെങ്കിൽ ഇഷ്ടം പോലെ കഥകൾ ഞാൻ പറയാം, നേരിട്ട് നടന്നിട്ടുള്ള കഥകൾ. ഒരു ജ്ഞാനി ഉണ്ടായാൽ, സത്യദർശനം നേടിയ ഒരാളുണ്ടായാൽ അയാളുടെ അടുത്തേക്ക് ജിജ്ഞാസുക്കളെ വിളിക്കേണ്ട ആവശ്യമില്ല. വിളിച്ചുകൂട്ടിയാൽ കാക്കകൾ വരും എന്നാണ് വ്യാസൻ പറയണത്. വിളിച്ചിട്ടില്ലെങ്കിൽ ഹംസങ്ങൾ വന്നോളൂ എന്നാണ് ഭാഗവതത്തില് വ്യാസൻ പറയണത്. 3 or 4 വരുള്ളൂ, പക്ഷെ ഹംസങ്ങൾ വന്നോളും. വിളിച്ചുകൂട്ടിയാൽ കാക്കകൾ ഒരുപാട് കൂടും, പിന്നെ വട്ടത്തിൽ നിന്ന് കൊത്തുമെന്നാണ്. തദ്വായസം തീർത്ഥം ഉശന്തി മാനസാഹ എത്ര ഹംസാഹ നിരമന്തി ഉശിക്ഷയാഹ. ഭാഗവതത്തിലെ സാറുടെ ചില അദ്ഭുതമായ ഉൾക്കാഴ്ചകളുള്ള ശ്ലോകങ്ങളാണ്. ഒരു ശ്ലോകം സാർ എപ്പോഴും പറയണത്, തഥോ അന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥക് ദൃശഃ തത്കൃത രൂപനാമഭിഃ ന കുത്രചിത് ക്വാപി ച ദുസ്ഥിതാമതിഃ ലഭേത വാതാഹതനൗരിവാസ്പദം. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടെന്ന് തോന്നിയാൽ മതി, ബുദ്ധി അതിനെ ചെന്ന് പിടിക്കുമെന്നാണ്. അതിനെ ചെന്ന് പിടിക്കും. പിടിച്ചിട്ട് ഒരിടത്തും നിൽക്കാതെ ചുഴലിക്കാറ്റിൽപ്പെട്ട തോണി പോലെ മനസ്സലയും. ധർമ്മമാണെങ്കിൽ പോലും, ഈ ഭഗവാനാണ് ഞാൻ ധർമ്മമല്ലേ പറഞ്ഞതാണ്. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത. ധർമ്മം എന്ന് പറഞ്ഞാൽ പോലും ഭഗവാനെ വിട്ടിട്ട് ഒരു ധർമ്മം പറഞ്ഞാൽ അവിടെ പോയി പിടിക്കും. മനസ്സലിയാൻ തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഏകത്തിനെ ഒഴിച്ച് വേറെ ഒന്നും ചിന്തിക്കില്ലെന്ന് തീരുമാനിച്ച് അദ്വയമായി സത്യത്തിനെ ഉള്ളിൽ അങ്ങോട്ട് നിശ്ചയിച്ച് ഉറപ്പിച്ചാൽ, അന്യമില്ലാതായാൽ, ദൂരീഭൂത അന്യദർശന, അന്യമില്ലാതായാൽ മനസ്സിന് പിന്നെ ചലിക്കാൻ ഇടമൊന്നുമില്ല. ഈ സത്യദർശനം നേടിയ ജ്ഞാനി ആരെയും വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. തേനൊരിടത്ത് ഒഴിച്ചാൽ ഉറുമ്പിന് ഫോണൊന്നും വേണ്ട, വന്നോളും. ആര് പറഞ്ഞു കൊടുത്തു ആവോ അല്ലേ? അന്വേഷിച്ചു പിടിച്ചു വരുന്നു. ഒരു ഉദാഹരണം പറയാം, ആശ്ചര്യമായിട്ടുള്ള ഒരു ഉദാഹരണം. തിരുവണ്ണാമലയില് ഗിരിപ്രദക്ഷിണം ഒരു 10-12 വർഷമായി വളരെ ഫേമസ് ആയി. പെട്ടെന്നാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷം പേരൊക്കെ ആ മല ചുറ്റിപ്പോവും. അതൊരു വലിയ വൈഭവം പോലെ നടക്കും. അതിന്റെ നന്മകള് തിന്മകളൊക്കെ ഇരിക്കട്ടെ, ഞങ്ങൾ അവിടെ തന്നെ വളർന്നിട്ടുള്ളവർക്ക് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമായിട്ട് തോന്നി ഇതാദ്യം. എന്താന്ന് വെച്ചാൽ, ഒരു തിരക്കുമില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടെന്ന് തിരക്ക് കൂടുക, ഒരുപാട് ആളുകൾ വരിക. ഈ ആളുകളെ നോക്കിയാൽ നമുക്ക് തോന്നും, ആശ്ചര്യം തോന്നും. കുട്ടികളെയും മക്കളെയൊക്കെ തോളിൽ വെച്ച് ചാപ്പാട് ബാഗും ഒക്കെ എടുത്ത് നടക്കുകയാണ്. ഒന്നും പൂരം കാണാൻ വന്നവരല്ലല്ലോ, മെനക്കെട്ട് 14 കിലോമീറ്റർ നടക്കണം, ഒക്കെ പ്രദക്ഷിണം ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെ 2-3 പേര് അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആശ്രമത്തില്, രമണാശ്രമത്തിലേക്ക് പ്രവേശിക്കണം. ആശ്രമത്തിനുള്ളും ഉണ്ട് കുറെ പേര്. ആ കുറെ പേരുണ്ട്.
അതില് അവിടെ ചെല്ലുമ്പോ ആ തിരക്കിന്റെ ഇടയിലും ആ ശാന്തി, ആ നിശ്ചലത നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുറവുമില്ല. അവിടെ രമണ ഭഗവാന്റെ സമാധിക്ക് മുമ്പിൽ കുറെ പേര് അവിടെ ധ്യാനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് അവിടെ നമസ്കരിച്ച് ഒരു പ്രദക്ഷിണം ചെയ്തിങ്ങോട്ട് വരുമ്പോ ഒരു പയ്യൻ കണ്ണു തുറന്നു എഴുന്നേറ്റ് എന്റെ പുറകെ വന്നു. എന്നിട്ട് രമണ മഹർഷിയുടെ ഉപദേശം എന്താണെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചത് ഇയാൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചത് കൊണ്ട് എവിടെയെങ്കിലും പ്രഭാഷണമോ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ അറിയാതെ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കില്ലല്ലോ. ഇത് ഒരു ഒരു തോട്ട് ഉള്ളിൽ വന്നുപോയി. എന്നിട്ട് അയാൾക്ക് മഹർഷിയുടെ ഉപദേശമൊക്കെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ പറഞ്ഞു കൊടുത്ത ശേഷം അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങളെ എനിക്ക് അറിയില്ലല്ലോ, പിന്നെ എന്താ എന്റെ പുറകെ വരാൻ കാരണം? അയാള് പറഞ്ഞ്, ഏതാ കാരണമാവാന്ന് പറയാൻ വയ്യ. അദ്ദേഹം പറഞ്ഞത്, ഒരു ജ്യോത്സ്യന്റെ അടുത്ത് നാഡീ ജ്യോത്സ്യത്തിലോ മറ്റോ പോയി അത്രേ. അപ്പോ അയാള് പല കാര്യങ്ങൾ ചോദിക്കണതിന്റെ കൂട്ട്, എനിക്ക് അധ്യാത്മമായ ഒരുപാട് രുചിയുണ്ട്, എനിക്ക് എവിടുന്ന് ഉപദേശം കിട്ടുമെന്ന് ചോദിച്ചത്. അപ്പൊ ഈ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, 3 പൗർണമിക്ക് ഗിരിപ്രദക്ഷിണം ചെയ്യാം, 3ാമത്തെ പൗർണമിക്ക് രമണ മഹർഷിയുടെ സമാധിയുടെ മുമ്പിൽ കണ്ണടച്ചിരിക്കുക, കണ്ണു തുറക്കുമ്പോ ആദ്യം ആരെ കാണണോ അവരോട് ചോദിക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക. ഞങ്ങളിവിടെ 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അസ്ത്രപ്രജ്ഞരായിട്ട് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അപ്പോ ഉള്ളിലുള്ള ആൾക്കറിയാം നമുക്ക് സമയമാവുമ്പോ എങ്ങനെ തരണം. നമ്മൾ തയ്യാറായാൽ, രമണ ഭഗവാൻ അടുത്ത് പറഞ്ഞു, യു ഡിസർവ് ഇറ്റ് ആൻഡ് ഓൺ ഇറ്റ്. ആദ്യം നിനക്ക് അർഹത വരട്ടെ, അർഹത വന്നാൽ എവിടുന്നെങ്കിലും കിട്ടും. ഞാനൊരു കാരണം, അത്രയേ ഉള്ളൂ. ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കും, ഒരു പുസ്തകമായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ആ സമയമാവുമ്പോ യാഥാതഥ്യോപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാനും ആജീവമപി ജിജ്ഞാസുഹു പരസ്തത്ര വിമുഹ്യതീന്ന് അഷ്ടാവക്രം പറയണത്. നല്ല സത്വബുദ്ധിയുള്ള ആൾക്ക് എവിടുന്നെങ്കിലും 1-2 വാക്ക് കേട്ടാൽ മതി, സാക്ഷാത്കാരം ഉണ്ടായിക്കൊള്ളുന്നതാണ്. ചില ആളുകൾ ജീവിതം മുഴുവൻ ജിജ്ഞാസുക്കളായിരിക്കും, പലതും അറിഞ്ഞുകൊണ്ടിരിക്കും, വിമുഹ്യത അറിയില്ല, നിലക്കില്ല, നിൽക്കില്ല, സത്യത്തില് നിൽക്കില്ല, നിഷ്ഠ വരില്ല. അപ്പോ അങ്ങനെ നമ്മൾ പക്വമായാൽ നമുക്ക് ഉപദേശിക്കാൻ വേണ്ട ഗുരുനാഥൻ എവിടുന്നെങ്കിലൊക്കെ വരും. ഒരുപക്ഷെ നമ്മൾ ഗുരുനാഥന്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ ഗുരുനാഥൻ നമ്മളുടെ അടുത്തേക്ക് വരും. രണ്ടും ഒന്ന് തന്നെ. ഉള്ളിലുള്ള ആൾക്ക് അട്രാക്ട് ചെയ്യാൻ അറിയാം, കാന്തം ആകർഷിക്കാൻ അറിയാം. ശങ്കരാചാര്യര് ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. ശങ്കരാചാര്യരുടെ കഥ എഴുതുന്നവരൊക്കെ പറയും ദുർമത ഖണ്ഡനം, അദ്വൈത സ്ഥാപനം, ഷൺമത സ്ഥാപനം എന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയാ. ആചാര്യസ്വാമി നടന്നത് ആ മൂർത്തിയെ ദർശിച്ചാൽ തന്നെ പലർക്കും ഇങ്ങനൊരു ലക്ഷ്യം ഉണ്ടെന്ന് അറിയാം, ആത്മാനുഭവം ഉണ്ടാവും, ചിലർക്ക് ഭക്തി ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. അതിനുവേണ്ടി മാത്രമാണ് ആ ദിവ്യരൂപം ഭാരതം മുഴുവൻ സഞ്ചരിച്ചത്. ആത്മവിദ്യോപദേശൈഹി ത്രാതും, ആത്മവിദ്യ ഉപദേശിച്ച് എല്ലാരെയും രക്ഷിക്കാന്നാണ്. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജ്ഞാനം. അന്യപന്ഥാ വിദ്യത്തെ അയനായ എന്ന് വേദം തന്നെ പറഞ്ഞു. നിങ്ങൾ വേറെ എന്ത് വഴിക്ക് പിടിച്ചിട്ടും ആത്യന്തികമായി വിശ്രാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ആത്മവിദ്യയെ ഉപദേശിച്ച് രക്ഷിക്കാനായിട്ടാണ് ആചാര്യസ്വാമികൾ ഭാരതദേശം മുഴുവൻ നടന്നത്. കേരളത്തിൽ നിന്നും മധ്യപ്രദേശ് വരെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, 8 വയസ്സില് കേരളത്തിൽ നിന്നും മധ്യപ്രദേശ് വരെ പോയി. മധ്യപ്രദേശിൽ നിന്നും ഉപദേശമൊക്കെ വാങ്ങിച്ച് ഗോവിന്ദ ഭഗവത് പാദരുടെ കൂടെ എത്ര വർഷം ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. ഗുരുവിനെ കുറിച്ച് പോലും അധികമൊന്നും ശങ്കരൻ പറഞ്ഞിട്ടില്ല. വിവേകാനന്ദ സ്വാമികളും അധികം പറഞ്ഞിട്ടില്ല. 8 വോള്യമാണ് വിവേകാനന്ദ, കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ. അതിൽ മൈ മാസ്റ്റർ എന്ന് ഒരൊറ്റ പ്രസംഗമേ ഉള്ളൂ. അതിലും അധികവും ആ ഗുരു എന്നുള്ളതിന്റെ ആശയത്തിനെ ആവിഷ്കരിച്ച് കുറച്ചു മാത്രമേ രാമകൃഷ്ണദേവനെ പറയണുള്ളൂ.
ഗോവിന്ദ ഭഗവത് പാദരെ ആചാര്യസ്വാമികൾ സ്തുതിക്കുന്നത് തന്നെ ബ്രഹ്മമായിട്ടാണ് സ്തുതിക്കുന്നത്, ഒരാളായിട്ടല്ല. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തം അഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ആ സദ്ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ആരാ സദ്ഗുരു? ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദൻ പരമാനന്ദ സ്വരൂപനാണ്. ആ പരമാനന്ദ സ്വരൂപനായ ഗോവിന്ദനെ എങ്ങനെ കാണാം? സർവവേദാന്ത സിദ്ധാന്ത ഗോചരം. സർവ ഉപനിഷത്തുകളുടെയും സിദ്ധാന്തത്തിന്റെ ലക്ഷ്യമൂർത്തിയാണ്. തം അഗോചരം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറമേക്കോ മനസ്സുകൊണ്ടൊന്നും തെരഞ്ഞാൽ കിട്ടാത്ത ആളാണെന്നാണ്. ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. അത്രയേ ഉള്ളൂ. ആചാര്യൻ വേണമെന്ന് സാക്ഷ്യമുണ്ട് സ്വാമികൾക്ക്. ആചാര്യാദേവ വിദിതാ വിദ്യാ സാദിഷ്ടം പ്രാപത് എന്ന് ഭാഷ്യകാരൻ പലയിടത്തും എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. ഒരു വിളക്ക് നിന്നേ മറ്റൊരു വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ. വിളക്കിന്റെ ഫോട്ടോ ഒന്നും കൊളുത്താൻ പറ്റില്ല. വിളക്ക് വീഡിയോ എടുത്ത് വെച്ചാലും കൊളുത്താൻ പറ്റില്ല. വിളക്കെന്ന് ഡയറക്റ്റായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാറെ നേരിട്ട് കണ്ട് അടുത്ത് പരിചയപ്പെട്ടുള്ള ആളുകളൊക്കെ ഇനി ജീവിതം മുഴുവൻ ഒരു കാര്യം ഓർത്തുള്ള ഒരു വലിയ ഭാഗ്യമാണ് കിട്ടിയിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണത് തന്നെ ഭക്തിയാണ്. ആ കൊളുത്തിയ വിളക്ക് കെട്ടുപോവാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. ഒരു വിളക്ക് നിന്നേ വിളക്ക് കൊളുത്താൻ ഒക്കെയുള്ളൂ. ഒരു അനുഭവസ്വരൂപനായ ഒരു ആചാര്യനിൽ നിന്ന് ഒരു വാക്കുകൊണ്ടോ ചിലപ്പോ നോട്ടം കൊണ്ടോ മൗനം കൊണ്ട് പോലും സത്യം പ്രകാശിക്കും. ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് ദക്ഷിണാമൂർത്തി എല്ലാവർക്കും അറിയാം. ദക്ഷിണാമൂർത്തിയുടെ കഥ മൗനമായിട്ട് തന്നെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. സൂത്രഭാഷ്യത്തിൽ തന്നെ ആചാര്യസ്വാമികൾ പറയേണ്ട ഒരു കഥ, ചെറിയ കഥ. ഭാസ്കരി എന്ന് പറയുന്ന ആചാര്യന്റെ അടുത്ത് പോയി ശിഷ്യൻ 1 വർഷം താമസിച്ചു. ഒന്നും ഉപദേശിച്ചില്ല. 1 വർഷം കഴിഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞു, 1 വർഷമായിട്ട് ഞാൻ ഇരിക്കണു, ഒന്നും ഉപദേശിച്ചില്ലല്ലോ. അപ്പൊ ഗുരുനാഥൻ പറയാണ്, ഞാൻ അനുസ്യൂതം അവിഛിന്നമായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിനക്ക് മനസ്സിലായില്ല. ബ്രൂമഹ ഖലു ത്വം തു ന വിജാനാസി അവചനേനൈവ ബ്രഹ്മപ്രോവാച. രമണ ഭഗവാൻ പല സ്ഥലങ്ങളിലും ടോക്സിൽ നിങ്ങൾക്ക് കാണാം. പലരും സ്വാമി ഞാൻ ഉപദേശം ചോദിക്കാൻ വന്നതാണെന്ന് പറയും. മഹർഷി ഒന്നും മിണ്ടില്ല. കുറെ നേരം കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന്. അൺഇന്ററപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ. ആ ഇരുപ്പ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. വാക്കുകളൊക്കെ വളരെ സ്ഥൂലമാണ്. പരാപശ്യന്തി മധ്യമ വൈഖരി. വൈഖരി ശബ്ദം വരുമ്പോഴേക്കും ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. ആ പരാവാക്ക് പൂർണ്ണമാണ്. അതിന് തന്നെ റെവലേഷൻ, റിവീലിംഗ് പവർ ഉണ്ട്. അധികം പറയണമെന്നൊന്നുമില്ല. 1 വാക്കോ 2 വാക്കോ മതി. ഇരുന്ന് കാണിച്ചാൽ മതി. ഇരുന്തதை ഇരുന്തപടി ഇരുന്ന് കാട്ടി എന്ന് ഭഗവാൻ രമണ ഭഗവാനെ കുറിച്ച് മുരുകനാഥ സ്വാമി എഴുതി. ഉള്ളതിനെ ഉള്ളപടി അതേപടി ഇരുന്ന് കാണിച്ചു എന്നാണ്. കണ്ടാ മതി എന്നാണ്. അപ്പോ ആ ബ്രഹ്മവിത്തായ ഒരു ജ്ഞാനി, ഒരു ജീവൻ മുക്തൻ, ആ ജീവൻ മുക്തന്റെ ദർശനം തന്നെ പരിപാവനമാണ്. നമ്മളെ അറിയാതെ തന്നെ നമുക്ക് ആ സന്നിധിയിൽ ഒരു ശാന്തി ഉണ്ടാവും, ഒരു ആനന്ദം ഉണ്ടാവും. അത് തന്നെ ദൃഷ്ടാന്തം. അത് തന്നെ നമുക്കൊരു വലിയ തെളിവാണ്. ഈ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് മഹാത്മാക്കളുടെ ശരീരം ലോകത്തിൽ കുറച്ചു കാലം കൂടെ ജീവിക്കുന്നതും സഞ്ചരിക്കുന്നതും ഒക്കെ. ചിലപ്പോ ഉപയോഗിക്കില്ല നമ്മള്. ചില മഹാപുരുഷന്മാരൊക്കെ ഇത്തിരി കരഞ്ഞിട്ടുണ്ട്. രാമലിംഗ സ്വാമികൾ പറഞ്ഞു, കട തുറന്നു വെച്ചു വാങ്ങിക്കാൻ ആരുമില്ല എന്നാണ്. കടൈ തിറന്തേൻ കൊള്ളുവാറില്ല. സാറ് ഒരു ദിവസം പറഞ്ഞു, ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊന്നും ഇപ്പൊ ആർക്കും വേണ്ട, കുറെ പണം ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് ദുഃഖിക്കണം. കാര്യം വസ്തു വേണോ നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇതൊന്നും ഇപ്പൊ ആളുകൾക്ക് വേണ്ട. അവർക്ക് വേണ്ടത് വേറെ പല സാധനങ്ങളുമാണ്. വില കൊടുത്ത് ദുഃഖം വാങ്ങിക്കണം. ധർമ്മം പ്രസംഗാദപിനാചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതീ മനുഷ്യലോകെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി. വ്യാസൻ ഭാരതത്തിൽ പറഞ്ഞു, മുമ്പിൽ വളരെ ലളിതമായിട്ടുണ്ടെങ്കിൽ പോലും ധർമ്മം ചെയ്യില്ല,
പാപം മെനക്കെട്ട് ചെയ്യുമെന്നാണ് അല്ലേ? ഒരു ഭിക്ഷക്കാരന് നമ്മൾ 5 രൂപ കൊടുക്കണത് കൊണ്ട് നമ്മൾ ദരിദ്രനൊന്നും ആവില്ല, എന്നാലും കൊടുക്കില്ല. പണിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. മെനക്കെട്ട് ഒരു ട്രെയിനിൽ ബോംബ് വെക്കുക, എന്തൊക്കെയാ ചെയ്യണം മനുഷ്യർ, മെനക്കെട്ട് ചെയ്യുന്നതൊക്കെ. പാപം പ്രയത്നേന സമാചരന്തി അമൃതം പരിത്യജ്യ വിഷം പിബന്തി. അമൃതം കൈ കൊണ്ട് കൊടുത്താൽ തട്ടിക്കളഞ്ഞിട്ട് വിഷം വില കൊടുത്തു വാങ്ങി കുടിക്കുമെന്നാണ്. നല്ല പച്ചവെള്ളം ഉണ്ടെങ്കിൽ കുടിക്കില്ല, പെപ്സി വാങ്ങി കുടിക്കും. അതുപോലെ വിഷം പിബന്തി. സത്യം നിങ്ങൾക്ക് സിദ്ധമാണ്, ആത്മാനുഭവം നിങ്ങൾക്ക് സിദ്ധമാണ്, വളരെ ലളിതമാണ്, ഉള്ളിലുണ്ട്. വെളിയിൽ എന്തൊക്കെ അറിയണു അല്ലേ? സാറ്റലൈറ്റ്, ദൂരത്ത് എവിടെയോ ഉള്ള ഒരു പ്ലാനറ്റ്, 2 ആറ്റം തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്താവും? ജിജ്ഞാസ പുറമേക്ക് പോവാണ്. ഈ ജിജ്ഞാസ നിവൃത്തമാവാനാണ് ബ്രഹ്മജിജ്ഞാസ ചെയ്യുന്നത്. പുറമേ നിന്ന് ഇനി അതറിയണം ഇതറിയണം, പേപ്പർ നീണ്ടു വായിക്കാം. രാവിലെ എണീറ്റ മുഴുവൻ പച്ചക്കള്ളാണ് അല്ലേ? ആകപ്പാടെ അവര് മരിച്ചു ഇവര് മരിച്ചു എന്നുള്ള ന്യൂസ് അത് മാത്രമേ ഉള്ളൂ അതിൽ ശരിയായിട്ടുള്ളത്. ചരമക്കോളം ഒഴിച്ച് ബാക്കിയൊക്കെ കള്ളാണ്. എന്നിട്ട് അത് മുഴുവൻ അറിയണം, ഈ വർത്തമാനമൊക്കെ അറിയണം. ആരിപ്പോ ഭരിച്ചിട്ടിപ്പോ എന്ത് വിശേഷം ഉണ്ടായി ഒന്നും പ്രയോജനമില്ല, എങ്കിലും നമുക്കിതൊക്കെ അറിയണം. ഇത്രയൊന്നും മെനക്കെടില്ല എന്നാണ്. സത്യം അറിയാൻ വളരെ സുലഭം. എന്താണ്? അത് സിദ്ധമാണ്. എന്നിട്ട് ശ്രദ്ധിക്കില്ല. പക്ഷെ ചിലരൊക്കെ ശ്രദ്ധിക്കാൻ തയ്യാറാവും. ബുദ്ധനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹത്തിനെ കിട്ടിയപ്പോ അനിമേഷലോചനായിട്ട് മിണ്ടാതിരുന്നു അത്രേ. അപ്പൊ ദേവതകളൊക്കെ വന്ന് പറഞ്ഞു, ലോകത്ത് ചെന്ന് പറയണം. അപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ ആർക്കും മനസ്സിലാവും ചോദിച്ചു അത്രേ. സത്യം വേണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. ഇനിയിപ്പൊ അത്രയ്ക്ക് പക്വമല്ലാത്ത ആളുകൾ ഞാൻ പറഞ്ഞാൽ അവരോട്ട് കേൾക്കൂല, പിന്നെ ആർക്കു വേണ്ടി പറയണം? അവർക്ക് വേറെ പലതുമാണ് വേണ്ടത്. അപ്പോ ഈ ദേവത പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ഇതിലും പെടാത്ത ആളുകൾ ലോകത്തിലുണ്ട്. അവർക്ക് സത്യം വേണം, പക്ഷെ അങ്ങേപോലെ പ്രവർത്തിക്കാനും തപസ്സിനുമുള്ള പക്വത അവരിലില്ല. അങ്ങേപോലെയുള്ളവരുടെ അടുത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ അല്പമുള്ള അവരുടെ ആവരണം നീങ്ങിപ്പോവും. അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്, അവർക്ക് വേണ്ടി പറയണം. അപ്പോഴാണ് അത്രേ പുറപ്പെടുന്നത്. അപ്പോ അങ്ങനെയാണ് ദക്ഷിണാമൂർത്തി ശങ്കരാചാര്യരായിട്ട് വന്നു എന്ന് ശങ്കരവിജയം പറയണു. മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. കേരളത്തിൽ നിന്ന് മധ്യപ്രദേശ്, മധ്യപ്രദേശിൽ നിന്ന് കാശി, കാശിയിൽ നിന്നും പിന്നെ പല റൂട്ടാണ്. പല റൂട്ട് ഭാരതം മുഴുവൻ നടന്നിട്ടുണ്ട്. ശങ്കരാചാര്യർക്ക് ആരെങ്കിലും വല്ല അവാർഡ് കൊടുത്തോ, വല്ല അംഗീകാരം കൊടുത്തോ, എന്തിനാ അറിയില്ല. അത്രയും സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ പല ജീവനും എഴുന്നേറ്റിട്ടുണ്ട്, ഉദ്ബുദ്ധരായിട്ടുണ്ട്. പോകുന്നിടത്തൊക്കെ താമര വിരിഞ്ഞു എന്ന് പത്മപാദരെ കുറിച്ച് പറയും. അത് ചിലപ്പോ സിംബോളിക് ആയിരിക്കാം. എന്നുവെച്ചാൽ എത്ര ഹൃദയങ്ങളോ വിരിഞ്ഞു എന്നർത്ഥം. ആചാര്യസ്വാമികൾക്ക് മുഖ്യമായ 4 ശിഷ്യന്മാരെ എല്ലാവർക്കും അറിയാം. പത്മപാദര്, സുരേശ്വരൻ, ഹസ്താമലകൻ, തോട്ടകൻ. ഇതുകൂടാതെ കേരളത്തിലെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് അന്വേഷിച്ചു പിടിച്ചു പോയ ചിത്സുകാചാര്യൻ. ഇങ്ങനെ 5 പേര് ശങ്കരവിജയത്തിൽ കഥയില് എല്ലാവർക്കും പ്രസിദ്ധമായിട്ട് അറിയാം. അങ്ങനെ അല്ലാതെ തന്നെ ആചാര്യസ്വാമികളുടെ സന്നിധി കൊണ്ട് ഉദ്ബുദ്ധരായിട്ടുള്ളവർ അനേകം ജീവന്മാരുണ്ടായിട്ടുണ്ട്. പലരും. ഒരു കൊച്ചു പുസ്തകം മലയാളത്തില് രാമകൃഷ്ണ മിഷൻ പബ്ലിഷ് ചെയ്തതുണ്ട്, ശങ്കരാചാര്യ ചരിതം എന്ന് പറഞ്ഞു. ഒന്ന് വാങ്ങി വായിച്ചു നോക്കാം. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു മഹാപുരുഷൻ എഴുതിയതാണ്. അദ്ദേഹത്തിനെ ആർക്കും അറിയില്ല. പി ശേഷാദ്രി അയ്യർ. 20 ഭാഷയോ 22 ഭാഷയോ അദ്ദേഹത്തിന് അറിയുമായിരുന്നു. അതൊക്കെ പഠിച്ചത് അതിലുള്ള അധ്യാത്മ സാഹിത്യം പഠിക്കാൻ വേണ്ടി മാത്രം.
രാമകൃഷ്ണദേവന്റെ പ്രശിഷ്യനായിരുന്നു അദ്ദേഹം. എന്നുവെച്ചാൽ ബ്രഹ്മാനന്ദ സ്വാമിയിൽ നിന്നും ഉപദേശം വാങ്ങിച്ചിരുന്നു. ഇവിടെ എവിടെയോ മുനിസിപ്പൽ ഒരു ഗുമസ്തനായിട്ടോ മറ്റോ ആരും അറിയാതെ റോട്ടിൽ പോകുന്നവരെ മുഴുവൻ തൊഴുതു നടക്കുന്ന ഒരു സാധുജീവൻ. CP രാമസ്വാമിയുള്ളപ്പോ ഏതോ ഒരു ഭാഷയിൽ സം ഫോറിൻ ലാംഗ്വേജ് ഉള്ള ഒരു സാഹിത്യം ഗംഭീരമായി ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് പുസ്തകം കണ്ട് പുറകെ നോക്കിയപ്പോ P. ശേഷാദ്രിയായിരുന്നു കണ്ടപ്പോ ഇതാരാപ്പാത നോക്കുമ്പോ തിരുവിതാംകൂർന്നും കണ്ടു. അപ്പൊ അന്വേഷിച്ച് പിടിച്ചപ്പോ ആരും അറിയാതെ ഒരു ഗുമസ്തൻ കഴിച്ചിരിക്കണം. ഒരാൾക്കും അദ്ദേഹത്തിന് അറിയില്ല. വിളിച്ചുകൊണ്ട് വന്ന് കുറച്ചേതോ ഒരു ഉയർന്ന പദവിയിൽ ഏതോ ഇരുത്തി എന്ന് പറയും. അതും മുരളീധര മേനോൻ സാർ പറഞ്ഞിട്ടാണെന്ന് ഞാൻ അറിയാം ആ വിവരങ്ങളൊക്കെ. അദ്ദേഹം ബംഗാളിയില് രാമകൃഷ്ണ ഗോസ്പൽക്ക് വേണ്ടി ബംഗാളി പഠിച്ചു, മറാഠി പഠിച്ചു, കന്നഡ അറിയാം, തെലുങ്ക് അറിയാം, മലയാളം, തമിഴ്, ഇറ്റാലിയൻ, ലാറ്റിൻ, ഹിബ്രു, ഇതൊക്കെ തന്നെ അധ്യാത്മ സാഹിത്യത്തിന് വേണ്ടി പഠിച്ച ഒരു പരമഭക്തൻ. അദ്ദേഹം ശങ്കരാചാര്യ ചരിത്രം എന്നൊരു പുസ്തകം, ആ പുസ്തകം ഏകദേശം 20ഓളം ശങ്കര ജീവചരിത്രങ്ങളെ സംഗ്രഹിച്ചെഴുതിയതാ. അതില് അദ്ഭുതമായി ആചാര്യസ്വാമികൾ ഭാരതത്തിൽ നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സമ്പ്രദായങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇപ്പോഴും നോക്കിയാൽ നമുക്ക് അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ കാണാം. പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ. പല ആളുകളും പലതും ഞങ്ങൾ ഇതാണ് ആരാധിക്കണത് അതാണ് ആരാധിക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് കൂട്ടർ. ആ പുസ്തകത്തിൽ വളരെ ചുരുക്കി കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ തരം പ്രാകൃതമായ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണത്. അവരൊക്കെ വരും. ചിലരോട് സ്വാമികള് വാദിക്കും, ചിലരോട് വാദിക്കില്ല, ചിലരോട് മൗനമായിട്ടിരിക്കും. ആ പ്രകൃതിയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോ കർണാടക ദേശത്തില് അവിടെ തന്നെയാണ് രണ്ടുപേര്, ഒന്ന് ഹസ്താമലകനും രണ്ട് ഈ കഥയും. കർണാടകത്തിൽ ഒരു സ്ഥലത്ത് വരുമ്പോ ധാരാളം ശാസ്ത്ര പാണ്ഡിത്യമുള്ള ഒരു ഗ്രാമം. അവിടെ ചെന്ന് കുറച്ച് ദിവസം താമസിച്ചു. ഒക്കെ നടന്നാണല്ലോ പോണത്. അവിടെ താമസിച്ചപ്പോ ശാസ്ത്രവിചാരം ഉണ്ടായി. എല്ലാവർക്കും ബ്രഹ്മവിദ്യയെ ഉപദേശിക്കാം. ഉപനിഷത്ത് വിചാരം ഉണ്ടായി. ആത്മസാക്ഷാത്കാരം നേടണം, അതിന് വേദാന്താർത്ഥ വിചാരം ചെയ്യണം. തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിഞ്ഞാൽ അപ്പോ സകല സംശയങ്ങളും പോകും, കർമ്മമൊക്കെ കൊഴിഞ്ഞു പോകും. അഖണ്ഡമായ പൂർണ്ണമായ ബ്രഹ്മമാണ് താനെന്നുള്ള അനുഭവം ഉണ്ടാവും. ഇതാണ് മുക്തി എന്ന് ആചാര്യസ്വാമികൾ പറയാം. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണൻ, വളരെ വയസ്സായ ആള്, അയാള് ആചാര്യസ്വാമികളോട് ചെന്ന് പറയാണ്, എനിക്ക് ഒരുപാട് വയസ്സായി, എനിക്കിനി ശാസ്ത്രവിചാരം ചെയ്യാനൊന്നും സമയമില്ല, എനിക്കിതൊക്കെ ശാസ്ത്രം മുഴുവൻ ചകഞ്ഞു പഠിക്കാനുള്ള സമയം പോരാ. അങ്ങ് പറയണത് കേൾക്കുമ്പോ ഒരു വശത്ത് ആനന്ദം ഉണ്ടാവണു, ശാന്തി ഉണ്ടാവണു, അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് ശാന്തി ഉണ്ടാവണു. പക്ഷെ ഈ സത്യത്തിനെ എനിക്ക് സാക്ഷാത്കരിക്കാൻ ഒക്കുവോ? ഇനി ആത്മാനുഭവം എനിക്ക് എപ്പോ വരും? ഇനി ഞാൻ സാധനാചതുഷ്ടയ സമ്പത്തി തൊട്ട് തുടങ്ങിക്കൊണ്ടു പോവാൻ ഒക്കുവോ? അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോ സാധനാചതുഷ്ടയ സമ്പന്നന് ബ്രഹ്മോപദേശം എന്നാണ്. അപ്പൊ ഈ സാധനാചതുഷ്ടയ സമ്പന്നൻ ആരാന്ന് എങ്ങനെ നിശ്ചയിക്കും? നിശ്ചയിക്കാനൊക്കോ? ഒരാൾക്ക് വിവേകമുണ്ടോ, വൈരാഗ്യമുണ്ടോ, പുറത്തു നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകുമോ? ആർക്ക് വേദാന്തത്തിൽ രുചിയുണ്ടോ? നിങ്ങളിപ്പോ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ സാധനാചതുഷ്ടയ സമ്പന്നരായിരിക്കണം. മന്ദമധ്യമ അധികാരികൾക്കും നമ്മൾ അത്രയൊന്നും ശുദ്ധരല്ലെങ്കിൽ പോലും ഈ ബ്രഹ്മവിദ്യ നമ്മളെ ശുദ്ധമാക്കിക്കൊള്ളും. എല്ലാത്തിനും ശുദ്ധമാക്കി. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. വിളക്ക് വന്നാൽ ഇരുട്ട് പോയിക്കൊള്ളും. ഇരുട്ടിനെ ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിൽ കുറെയൊക്കെ അശുദ്ധി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ വരെ എത്തിയല്ലോ, ഇനി ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും. ആത്മാനുഭവം ഉണ്ടാവുമ്പോ നമുക്കറിയാം നമ്മൾ നിർമ്മലരാണ്, ശുദ്ധരാണ്, ഒരു കളങ്കവുമില്ലാത്തവരാണെന്ന് അറിയാം.
പക്ഷെ എന്നാലും ആളുകൾക്ക് പലപ്പോഴും കൂടുതൽ അവരവരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള വിഷമം ഉണ്ടാവും. എനിക്ക് പക്വത പോരല്ലോ, എന്റെ ഉള്ളിൽ ഇന്ന ദൂഷ്യങ്ങളുണ്ടല്ലോ, എനിക്ക് കാമുണ്ട്, എനിക്ക് കോപമുണ്ട്, എനിക്ക് അസൂയുണ്ട്, എനിക്കിതൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഇതൊക്കെ ആരോപണമാണ്. രമണ മഹർഷിയോട് ഒരാൾ പറഞ്ഞു, എനിക്ക് കാമുണ്ട്, കോപമുണ്ട്, അസൂയുണ്ട്, എനിക്ക് ആത്മജ്ഞാനമൊക്കെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷി ചോദിച്ചു, സുഷുപ്തിയിൽ നിനക്കിതൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല. അവിടെ നീ ഉണ്ടോ? ഞാനുണ്ട്. പിന്നെ എന്താ ഇതൊന്നും ഇല്ലാത്തത്? മനസ്സ് അവിടെ ഇല്ല, അതുകൊണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ആണെന്ന് എന്റെ അല്ല, നീ മനസ്സുമല്ല. മനസ്സ് ഉദിക്കുമ്പോ ഇതൊക്കെ ഉദിക്കുന്നു, മനസ്സ് ലയിക്കുമ്പോ ഇതൊക്കെ ലയിക്കണു. മനസ്സില്ലാതെ, ഒരു കളങ്കമില്ലാതെ നീ സുഷുപ്തിയിലുണ്ടല്ലോ അല്ലെ. അതുകൊണ്ട് മനസ്സിന്റെ ആണ്, ഇതിനൊന്നും എന്നിലുണ്ട് എന്ന് ആരോപിക്കാതിരിക്കുക. ഇതൊക്കെ എന്റെ കോപമാണ്, എന്റെ കാമമാണ്, എന്റെ അസൂയയാണ്, ഇതൊക്കെ എനിക്കുണ്ട് എന്ന് ആദ്യം സ്വീകരിക്കാതിരിക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ യോഗമാർഗത്തിലാണെങ്കിൽ ഞാൻ ആത്മാവാണ്, നിത്യശുദ്ധമായ വസ്തുവാണ്, പൂർണ്ണമായ വസ്തുവാണ്, നിർമ്മലമായ വസ്തുവാണ്, എനിക്ക് ശരീരമില്ല, മനസ്സില്ല, ഇങ്ങനെയൊക്കെ കുറെ ശ്ലോകം ചൊല്ലിത്തന്നുവല്ലോ അല്ലെ. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേം നച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ നിർമ്മലമായ ശിവമാണ്, പൂർണ്ണമായ വസ്തുവാണ്. ആകാശത്തിനെ ഇരുട്ട്, വെളിച്ചം, മേഘം, പൊടിപടലം ഒന്നും എങ്ങനെ സ്പർശിക്കണില്ലയോ അതുപോലെ കളങ്കമൊന്നും എന്നെ സ്പർശിക്കണില്ല. ശരീരത്തിന്റെ കർമ്മം, മനസ്സിന്റെ ചിത്തവൃത്തികള്, കാരണശരീരത്തിന്റെ മൂർച്ഛ, നിദ്ര, അജ്ഞാനം മുതലായ ദോഷം ഒന്നും തന്നെ എന്റെ സ്വരൂപത്തിൽ ഇല്ല. ഞാൻ നിത്യശുദ്ധനായ പൂർണ്ണ വസ്തുവാണെന്ന് ധ്യാനിക്കാം, മനനം ചെയ്യാം, അനുസ്യൂത മനനം ചെയ്യാം ഉള്ളിൽ. ആ നൈർമല്യം ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ, ശാന്തി ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ആകാശം പോലെ നിർമ്മല നിർവികൽപമായിട്ടുള്ള ബോധം ഹൃദയത്തിൽ തെളിഞ്ഞു വരും. ഇങ്ങനെ അനുസ്യൂതം അനുസന്ധാനം ചെയ്ത് ശ്രവണം മനനമായി തീർന്നു. മനനത്തിന്റെ ഒരു ധാര, ഒരു അവിഛിന്ന ധാര ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പതുക്കെ 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 വ്യവഹാരമണ്ഡലത്തിലേക്കും ആ ഗംഗ ഇറങ്ങി വരും. വ്യവഹാരമണ്ഡലത്തിലേക്ക് ആ ആകാശഗംഗ ഇറങ്ങി വരും. വ്യവഹാരത്തിൽ വരുമ്പോ മറന്നിട്ടില്ലെങ്കിൽ അവൻ ധീരനാണ്. വ്യവഹാരത്തിൽ വരുമ്പോ നീ ആരാണെന്ന് ചോദിച്ചാൽ മാറിപ്പോകും നമ്മള് അല്ലേ. ശങ്കരൻ ചോദിക്കണ ഒരു കുട്ടിയോട്, കുട്ടി നീ ആരാണ്? നാഹം മനുഷ്യോ നചദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീവനസ്തു ഭിക്ഷുർന ചാഹം നിജബോധരൂപ എന്ന് ആ കുട്ടിക്ക് പറയാൻ സ്പോണ്ടേനിയസ് ആണ്. ഞാൻ ആത്മാവാണ്, എനിക്ക് ജനനമോ മരണമോ ഇല്ല, ഞാൻ പൂർണ്ണ വസ്തുവാണ്. എന്നുവെച്ചാൽ ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ പോലും മറന്നുപോകില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ അത് അപരോക്ഷമായി കഴിഞ്ഞു. അത് വ്യവഹാര മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിധിധ്യാസനം, നമ്മൾ വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് അപരോക്ഷം, നിർവികൽപ്പം. എന്നുവെച്ചാൽ പിന്നെ നിധിധ്യാസനം പോലും ഇല്ല, പിന്നെ ഒന്നും ആവശ്യമില്ല ഇതിന്റെ. അപ്പൊ ഇത്രയൊക്കെയുള്ള ഈ അനുഭവത്തിന് പടിപടിയായി മേലോട്ട് പോകണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ സമയം മതിയാവുമോ, ഈ ജന്മമൊക്കെ മതിയാവുമോ? പലരും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പ്രസംഗവേദിയിൽ തന്നെ പറയും, ഇതൊക്കെ ഞാൻ ഇപ്പൊ പറയണു അത്രേ ഉള്ളൂ കേട്ടോ, ഇതൊന്നും നമുക്ക് പറ്റില്ല, നമ്മൾ ഇനിയും കുറെ ജന്മം പോകണമെന്ന് പറഞ്ഞാൽ പോയി. ബലൂണില് സൂചി കൊണ്ട് കുത്തിയ പോലെ ഉള്ള വിശ്വാസം മുഴുവൻ പോയി പോകും. ഇത് കഴിഞ്ഞാൽ ആവു കിട്ടുന്നു വിചാരിച്ചതാണ്, ഇപ്പൊ ഇതും ഇല്ലേ. ശാന്തിയാണ് ആത്മാ, ശാന്തിയാണ് ആത്മാവിന്റെ സ്വരൂപം. ശാന്തോയം ആത്മാ. ആത്മാന്ന് വെച്ചാൽ എന്താ? ശാന്തി. ശാന്തി അനുഭവിക്കാത്തവരാരാ ഉള്ളത്? അറ്റ്ലീസ്റ്റ് രണ്ട് ദുഃഖത്തിന് നടുവിലെങ്കിലും കുറച്ചു ദിവസം ശാന്തിയായിട്ടിരിക്കും അല്ലേ. അത്രയും നേരം നിങ്ങൾ അനുഭവിക്കുന്നത് ആത്മാവിനെയാണ്. അതുകൊണ്ട് ആത്മാനുഭവം ഇല്ലാത്തതാണെന്ന് പറയരുത്, ഉള്ളത് തന്നെയാണ് തെളിഞ്ഞ് കാണുന്നത്, എപ്പോഴും ആവുന്നത്, ഇടതടവില്ലാതെ വരുന്നത്. അതുകൊണ്ട് ശാന്തിയാണ് ആത്മാവിന്റെ സ്വരൂപം. പക്ഷെ ഇതറിയാതെ നമ്മൾ വ്യവഹാരത്തിൽ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഈ അനുഭവം നമുക്ക് കിട്ടുമോ? എനിക്ക് വയസ്സായില്ലേ, എനിക്കൊക്കെ സാധിക്കുമോ? കുട്ടികൾക്ക് സാധിക്കുമോ? ഈ സംശയമൊക്കെ തീർക്കാനാണ് ഈ കഥകളൊക്കെ. ഭാഗവതത്തിലെ എന്തിനാ അത്ര കഥകളെന്ന് വെച്ചാൽ, കൊച്ചുകുട്ടിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഗർഭത്തിൽ വെച്ച് സാധിച്ചിട്ട് പൂർണ്ണനായിട്ട് വന്ന ഒരു കുട്ടി പ്രഹ്ലാദൻ. ഗർഭത്തിൽ നിന്ന് പിറക്കുമ്പോ എന്നിട്ട് പ്രഹ്ലാദൻ അസുര കുട്ടികളോട് പറയണത്, കൗമാര ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ
ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവമർത്ഥതം. എപ്പ ചത്തുപോകും അറിയില്ല. ചെറിയ കുട്ടികളായിരിക്കുമ്പോ തന്നെ അറിഞ്ഞോളണ്ടോ എന്നാണ്. കൗമാര ആചരേത് പ്രാജ്ഞ. ഈ ടീച്ചർമാര് പറയണ്ടല്ലോ ഇതൊന്നും കേൾക്കണ്ടെന്ന് പറയാ പ്രഹ്ലാദൻ. ആദ്യമായി സമരം പിടിച്ചത് അദ്ദേഹമാണ്. കുട്ടികൾ മാശൃണുത എന്നാണ് ഇവര് പറയണതൊക്കെ അഭദ്രം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കൊടുക്കണമെന്നാണ്. ആത്മജ്ഞാനം അതാണ് വിദ്യ. സാ വിദ്യ യാ വിമുക്തയേ. ഔറംഗസീബ് ജനിച്ച ദിവസം, അക്ബർ മരിച്ച ദിവസം, ഇതൊക്കെ കാണാപാഠം പഠിച്ചിട്ട് ഇതെന്ത് വിദ്യ? അവർ ജനിച്ചാൽ എന്തുവേണം, മരിച്ചാൽ എന്തുവേണം? നമുക്ക് അമേരിക്കയിൽ ആരോ ജനിച്ച ദിവസം അല്ലേ, ഇതൊക്കെ വിദ്യയാണോ? ഒരു പ്രയോജനമില്ല. ഇപ്പൊ ഭൂമി ഉരുണ്ട എന്താ, പരന്ന എന്താ? ഏറ്റവും അടുത്തിരിക്കുന്ന കാര്യമാണ് എന്റെ മനസ്സ്. എന്റെ മനസ്സിന് ശാന്തിയാക്കുന്ന ഒരു വിദ്യയെങ്കിലും നമുക്ക് വേണം അല്ലേ? എന്റെ ബുദ്ധിയിലുള്ള കുഴപ്പങ്ങൾ നീക്കണ വിദ്യയെങ്കിലും നമുക്ക് വേണം. ഒരു 10-15 വർഷം പഠിച്ചു എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ ഇന്ന് സമാധാനമായിട്ട് ഇനി ഇരിക്കാം എന്നുള്ളൊരു ആളായിട്ട് വന്നാ വേണ്ടില്ല. ഇതിപ്പോ ഒരു സമാധാനവും ഇല്ല. അവൻ മറ്റുള്ളവരുടെ സമാധാനം കളയും. രാവിലെ നേരം വെളിച്ചായ അർദ്ധരാത്രി വരെ പണിയെടുക്കാനുള്ള ഒരു കിഴട്ട് ഗർദ്ധപമായിട്ട് മാറണം. വേറൊന്നുമില്ല. ഇതാണോ വിദ്യ? നമ്മള് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തിനാ ചെയ്യണത്? എന്തിനാ പഠിക്കണത്? എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യണത്? ഈ കെട്ടിടങ്ങൾ കെട്ടിണ്ടാക്കണത് എന്തിനാ? ഇത്ര വലിയ സിറ്റി എന്തിനാ? ഇത്രയൊക്കെ കാറും വാഹനങ്ങളും ഒക്കെ. ഞാൻ തന്നെ ചോദിക്കാം, എന്തിനാ ഇപ്പൊ ഞാൻ യാത്ര ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കണം. ഈ പോകുമ്പോ എങ്ങനെയാ ആളുകൾ ഇടിക്കാതെ പോണതെന്നാണ് തോന്നണത്. റോട്ട് ഒരു ആവശ്യമില്ലാതെ ഒക്കെ കൺഫ്യൂഷൻ, ബിസി. എവിടേക്കാ ജനങ്ങൾ പോണത്? എന്താ ചെയ്യാൻ പോണത്? എന്ത് നേടിയെടുക്കാനാണ്? കുത്ത ആയാത. ഇവിടെയുള്ള ആൾ അമേരിക്കയിൽ പോണു, അമേരിക്കയിലുള്ള ആൾ ഇവിടെ വരണു. ഇനിയിപ്പൊ ചന്ദ്രനിലെ സാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. ചന്ദ്രനിൽ പോയി ഹോട്ടൽ കെട്ടുന്ന കാര്യം പറയും. ഇതൊക്കെ ചെയ്യും. എന്നിട്ട് എന്തിനു വേണ്ടിയാ? തതഹ്ക്കും 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 തതഹ്ക്കും. ഇതൊരു പ്രസംഗമല്ല, ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. അങ്ങനെ അലഞ്ഞു നടക്കാം. മനുഷ്യന് ആഗ്രഹം കുറയും തോറും പ്രവൃത്തി കുറയും. പ്രവൃത്തി കുറയും തോറും ധാരാളം സമയം ഉണ്ടാവും. ധാരാളം സമയമുള്ളതോടും ബുദ്ധി തെളിയും. ബുദ്ധിയിൽ നിശ്ചലത വരും. ബുദ്ധിയിൽ നിശ്ചലത വരുമ്പോ തത്വവിചാരം ചെയ്യാൻ ഒരു തോന്നലുണ്ടാവും. തോന്നുമ്പോ രക്ഷപ്പെട്ടു എന്നർത്ഥം. നമ്മൾ അമേരിക്കയെ പോലെ ആവാൻ നോക്കുകയാണ്, യൂറോപ്പ് പോലെ ആവാൻ നോക്കുകയാണ്. ആ രാഷ്ട്രത്തിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഒരു രമണ മഹർഷിയോ ശങ്കരാചാര്യരോ ബുദ്ധനോ, എന്തിന് ക്രിസ്തു പോലും ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഇവിടെ ഉണ്ടായവരാണ്. നമ്മള് കുഴുമടിയന്മാരാണെന്നും ഉദ്യമിക്കാത്തവരാണ്, അധ്വാനിക്കാത്തവരാണ്. ഈ രാജ്യത്ത് തന്നെ അവരൊക്കെ ഉണ്ടായത്. ഇത്തിരി സബ്ജക്റ്റ് വിട്ട് ഞാൻ വെളിയിൽ പോവാണ്, എന്നാലും പറയാം. ഈ ഭിക്ഷാന്തേഹികളുടെ രാഷ്ട്രം, ഇതിന് നമ്മൾ യൂറോപ്യനൈസ്ഡ് ആക്കി അവിടെ ജ്ഞാനികളൊന്നും വരില്ല. കുറെ ഭിക്ഷാന്തേഹികളൊക്കെ ഇവിടെ വേണം. എല്ലാം കമേഴ്ഷ്യലിസം, ബിസിനസ് ആയാൽ അസമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ, അശാന്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ആധ്യാത്മികത അടക്കം ഇപ്പോ കമേഴ്ഷ്യലിസം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചാൻസ് കിട്ടിയാൽ എന്താ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അലഞ്ഞു നടക്കുന്നത്. അവസാനം സ്വാമിയുടെ അടുത്ത് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് സമാധാനം നമ്മൾ ഗൃഹസ്ഥന്മാര് വാങ്ങിക്കും. നമ്മളുടെ പൈസ വാങ്ങി സ്വാമി നമ്മളുടെ അസമാധാനവും കൊണ്ടുപോകും. ശാന്തി വേണമെന്ന് വ്രതമെടുക്കണം, സമാധാനം വേണമെന്ന് വ്രതമെടുക്കണം. ആ വ്രതമെടുത്ത ആളാണ് വന്ന് ചോദിക്കുന്നത് ആചാര്യസ്വാമിയോട്. വയസ്സായി, അപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നി ഇല്ലേ? ശങ്കരൻ പല ആളുകളെയും പറയുന്നുണ്ട് വയസ്സായിട്ടും ചോദിക്കാൻ തോന്നുന്നില്ല എന്നാണ്. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശന വിഹീതം വിഹീനം ജാതം തുണ്ടം.
വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദവിനമുഞ്ചതി ആശാപിണ്ഡം. കരുണയാണ്. വയസ്സുകാലത്താവുമ്പോ എടുത്ത് ഭജഗോവിന്ദത്തില് ആദ്യം തന്നെ ഒരു വൃദ്ധനോടാണ് പറയണത്. ഒരു വൃദ്ധനോട് നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേന്ന്. ഈ വയസ്സുകാലത്ത് ഡുക്രിഞ്ഞ് കരണേ ഡബുജഷ്പാകെ തനുവിസ്താരെ വ്യാകരണസൂത്രം പഠിക്കുക. അന്നത്തെ കാലത്ത് വ്യാകരണസൂത്രം, ഇന്ന് വേറെ എന്തൊക്കെയോ. അത് തന്നെ പറയണമെന്നില്ലേ. ഇന്നിപ്പോ 80-90 വയസ്സിന് ശേഷം മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയാത്ത ഇങ്ങനെ പോവല്ലോ. എന്തോ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, അത് ഒലയ്ക്ക് കൊണ്ടടിക്കണ്ടേ. ദണ്ഡമർഹതി എന്നാണ് അവൻ. ഞാൻ പറഞ്ഞതല്ല, ശാസ്ത്രകാരന്മാർ പറയണതാ. ഈ ദണ്ഡമർഹതി എന്നാണ് അവന്. വാതുലയ്ക്കും തവ നാസ്തി നിയന്ത എന്നാണ് ആചാര്യസ്വാമികളുടെ വാക്കാണ്. ദുഷ്ട, ഭഗവാൻ തന്നിരിക്കുന്ന ജീവിതം, ഈ ശരീരം തന്നെ പറഞ്ഞ് തല്ലി ശരിയാക്കാനൊന്നും ആളില്ലടോ എന്നാണ്. വാതുലയ്ക്കും തവ നാസ്തി നിയന്ത. ഇവിടെ എല്ലാം തന്നിരിക്കണം. ജ്ഞാനികളുണ്ട്, ശാസ്ത്രമുണ്ട്, ഈ സമ്പ്രദായമുണ്ട്, സനാതന ധർമ്മമുണ്ട്. വേണമെങ്കിൽ നിനക്ക് രക്ഷപ്പെട്ടു പോവാം. തനിക്കൊട്ട് രുചിയില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും എന്നാണ്. അറ്റ്ലീസ്റ്റ് അപ്പോ വയസ്സുകാലത്തെങ്കിലും ഭഗവാനെ വേണമെന്ന് തോന്നിയാൽ, വയസ്സുകാലത്തെങ്കിലും ഭഗവാനെ ഒന്ന് നാമം ജപിച്ചെങ്കിലും ഇരിക്കാമെന്ന് തോന്നിയാൽ രക്ഷപ്പെട്ടു. ചെറുപ്പകാലത്ത് വന്നിട്ടില്ലെങ്കിൽ പോട്ടെ, അവർ IT കമ്പനിയിലോ അമേരിക്കയിലോ എവിടെ വേണമെങ്കിൽ പോട്ടെ. അത് പ്രവർത്തിക്കേണ്ട സമയമാണ്. എന്തോ പ്രവർത്തിച്ചു കുറെ കാലം കഴിയുമ്പോ അതൊക്കെ ഇട്ടിട്ട് വരുമ്പോഴെങ്കിലും വാർദ്ധക്യത്തിലെങ്കിലും വിശ്രാന്തിയോടുകൂടെ, ശാന്തിയോടുകൂടെ. പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടറിയോ, അമേരിക്കയിലൊക്കെ പോയിട്ട് താമസിക്കുന്നവർ ചിലരൊക്കെ ഫോൺ ചെയ്യും. ഞാൻ ഇതുവരെ പുറത്ത് എവിടെയും പോവാത്തോണ്ട് ചിലരൊക്കെ പറയും, അവിടുന്ന് ഫോൺ ചെയ്തിട്ട് സംസാരിക്കുമ്പോ ചിലരൊക്കെ പറയും എന്താ അവർക്ക് വലിയ ഹാണ്ടിങ് എന്ന് പറയും, നോസ്റ്റാൾജിയ ഹാണ്ടിങ്. അതായത് പഴയതൊക്കെ ഓർത്തിട്ട് ഇതൊന്നും നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് തോന്നല്. മുഖ്യമായി 2-3 പേരെ എന്നോട് പറഞ്ഞു എന്താ അവർക്ക് ഓർമ്മ എന്ന് വെച്ചാൽ, അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ വീട്ടിലിരുന്ന് നാമം ജപിക്കണത്, സമാധാനമായിട്ട് വടക്കം കൊളുത്തി വെച്ചൊരു ഭാഗവതവും വെച്ചുകൊണ്ട് ഇരിക്കുന്നത് ഈ കുട്ടി കണ്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അന്നൊന്നും ഇതിലൊരു വലിയ രുചിയോ ഉള്ളിൽ പതിയോ ഒന്നും ചെയ്തില്ല. അവിടെ പോയിട്ട് ഈ റാറ്റ് റേസിൽ പെട്ടപ്പോഴാണ് ഈ ശാന്തി ഉള്ളിൽ ഹാണ്ടിങ് മെമ്മറി ആയിട്ട് വരുന്നത്. വലിയ ജ്ഞാനിയൊന്നും കാണണ്ട. രമണ മഹർഷിയോ രാമകൃഷ്ണ പരമഹംസരോ ശങ്കരാചാര്യരോ ബാലകൃഷ്ണ നായർ സാറോ ഒന്നും കാണണമെന്ന് പോലും ഇല്ല. ഒരു വയസ്സായ വീട്ടിലോ മുത്തശ്ശി സമാധാനമായിട്ട് ഇരുന്ന് നാമം ജപിക്കണത്, അമേരിക്കയിൽ പോയി 50 ലക്ഷം റുപ്യ സമ്പാദിക്കണ മകന് ഇരിക്കപ്പുറത്ത് ഇല്ലാതാക്കണം. എന്താന്ന് വെച്ചാൽ അവിടെ അതിന്റെ ഇടയിൽ സമാധാനമില്ല, ശാന്തിയില്ല, ഇവിടെ വർക്കാണ്. ഒരിക്കല് 1 വർഷം എവിടെയും പോയില്ല, ഒരേ സ്ഥലത്ത് താമസിക്കായിരുന്നു. അപ്പോ വൈകുന്നേരം ഒരു 5-6 കിലോമീറ്റർ നടക്കാൻ പോകും. അപ്പൊ ആരെങ്കിലും വന്നാൽ ആ സമയത്ത് വന്നാൽ നടക്കാൻ കൂടും. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വെളിനാട്ടു പോയിട്ട് വന്ന ആള് വന്നു, കൂടെ നടക്കാൻ വന്നു. പോകുന്ന വഴി മുഴുവൻ എന്നോട് പറയായിരുന്നു ഇതുപോലെ റിസഷൻ എല്ലാം പോയി, ഒരുപാട് വിഷമങ്ങള്, കോടികൾ പോയി, ലക്ഷം പോയി, എന്തൊക്കെയോ പറയായിരുന്നു. സമാധാനമില്ല, ഇഷ്ടംപോലെ പണപ്പുണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരാള് കുളത്തിൽ കുളിച്ച് ഭംഗിയായിട്ട് ഭസ്മമൊക്കെ ധരിച്ച് ഈറൻ ഉടുത്ത് ബാക്കി പിഴിഞ്ഞ് കയ്യിലും വെച്ച് എന്നെ കണ്ടതോടുകൂടെ വളരെ സ്നേഹത്തോടുകൂടെ എന്താ കുട്ടിയെ നടക്കാൻ പോയിട്ട് വരികയാണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ ഈ കൂടെ കൂടി എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു ഞാൻ. നമുക്കെന്താ സമാധാനം, രാവിലെ എണീറ്റാ കുളിക്കും, തോർത്തങ്ങോട്ട് കുടഞ്ഞാ അവിടെ കിടക്കും, അമ്പലത്തിൽ പോയി ദേവിയെ തൊഴുതിട്ട് വരും, വീട്ടിൽ ആഹാരം ആക്കി വെച്ച് കാലായ ഊണ് കഴിക്കും, നല്ല ശാന്തി, സമാധാനം, പെൻഷനും ഇത്തിരി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പറയണത് ഞാൻ ഇയാൾക്കൊന്നും ഉത്തരം കൊടുത്തില്ല. ഇയാൾ അവിടെ പോയിട്ട് പറയാണ്, നിങ്ങളൊന്നും ഉത്തരം പറഞ്ഞില്ല, ഞാൻ കുറെ നേരം വർത്തമാനം പറയുകയും ചെയ്തു, ഉത്തരം മുഴുവൻ വേറെ ആള് കൂടെ കിട്ടി. ഏതോ ഒരു ചെറിയ ജോലിയിൽ ചേർന്നിട്ട് എന്തോ ഒരു പെൻഷനുമായിട്ട് ഇരിക്കുകയാണ്. ആ സമാധാനം ഇവിടെ വന്ന് കോടികളുടെ നടുവിൽ കളിക്കുന്ന ഞങ്ങൾക്കൊന്നുമില്ല.
നമ്മള് ഇതാണ് ചിന്താമണി വിറ്റിട്ട് കുപ്പിച്ചില് വാങ്ങിക്കുക എന്ന് പറയണത്. അപ്പൊ വയസ്സുകാലത്തെങ്കിലും ജിജ്ഞാസ വരണോ? ഈ വൃദ്ധന് വാർദ്ധക്യത്തിൽ ജിജ്ഞാസ വന്നു. ആചാര്യസ്വാമികളോട് ചോദിക്കുകയാണ്, എനിക്ക് ഉപദേശിച്ചു തരുമോ എന്ന്, എനിക്ക് ബ്രഹ്മോപദേശം ചെയ്തു തരും, എനിക്ക് ആ സത്യം അറിഞ്ഞുകൊണ്ട് ശരീരം ഉപേക്ഷിക്കണം, എനിക്ക് വഴി കാണിച്ചു തരുമോ, എനിക്ക് വേറെ ആരില്ല. സ്വാമിൻ നമസ്തേ നതലോകബന്ധോ, ഒരു ഗുരുവിനെ സമീപിക്കണത്. സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യ സിന്ധോ പതിതം ഭവാബ്ധോ മാം ഉദ്ധര ആത്മീയ കടാക്ഷ ദൃഷ്ട്യാം ഋജ്വ്യാതി കാരുണ്യ സുധാഭിവൃഷ്ട്യാം. അവിടുന്ന് ഒന്ന് കടാക്ഷിച്ച് എനിക്ക് വഴി കാണിച്ചു തരും. ദൂർവാര സംസാര ദവാഗ്നി തപ്തം, ഈ സംസാരത്തിലുള്ള കൊടും കാട്ടുതീ എവിടെയൊക്കെ ചുട്ടുനീറണമെന്ന് പറയാൻ വയ്യാന്നാണ്. ദോധൂയമാനം ദുരദൃഷ്ടവാതൈഹി, പല വിധത്തിലുള്ള വിഷമങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടൊന്നുമല്ലല്ലോ വിഷമം വരണത്. എന്തൊക്കെ തന്നെ ഏർപ്പാടാക്കി വെച്ചാലും മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് ക്വാർട്ടേഴ്സ് എന്തെങ്കിലും വരും. ദോധൂയമാനം ദുരദൃഷ്ടവാതൈഹി ഭീതം പ്രപന്നം പരിപാഹി മൃത്യോ ശരണ്യം അന്യദ്യദഹം ന ജാനെ. ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. വാസ്തവത്തിൽ ഭയം വേണം. ഭയം എന്നുള്ള വികാരത്തിനെ എവിടെ ഉപയോഗിക്കണോ അവിടെ ഉപയോഗിക്കണം. ഭക്തിർഭവേ മരണജന്മ ഭയം ഹൃദിസ്ഥം സ്നേഹോ ന ബന്ധുഷു ന മന്മഥജാ വികാരാഹ സംസർഗദോഷരഹിത വിജനാവനാന്താഹ വൈരാഗ്യമസ്തി കിമതഃ പരമർത്ഥനീയം. ഭർതൃഹരി പറഞ്ഞു, നല്ല ഏകാന്തത്തിലെ വാസം, ശിവനോട് ഭക്തി, സംസാരത്തിനെ കണ്ട പേടി, നല്ല വൈരാഗ്യം, നല്ല സത്സംഗം, ഇനി എന്തു വേണമെന്ന്. ഇത്രയുണ്ടെങ്കിൽ പിന്നെ ഇതിൽ കൂടുതൽ എന്തു വേണമെന്ന് ചോദിക്കാൻ. അപ്പോ ആ ഒരു ഭയം വരണം, എപ്പോഴെങ്കിലുമൊക്കെ ഭയം വരണം. വേണ്ടത് കണ്ടാൽ നമ്മളിപ്പോ തീ തൊടാൻ പേടിക്കുന്ന പോലെ ബയോളജിക്കൽ ഫിയർ, അതുപോലെ തന്നെ നമുക്ക് സംസാരത്തിനോടൊരു ഫിയർ വരണമെന്നാണ്. അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. ആ ഭയം വന്നാലേ ഗുരുവിന് ശരണാഗതിയും ചെയ്യുള്ളൂ. അങ്ങനെ ശരണാഗതി ചെയ്തപ്പോ ഗുരുനാഥൻ പറയാണ്, മാ ഭൈഷ്ടവിദ്വന്, കുട്ടി നീ ഭയപ്പെടണ്ട എന്നാണ്. തവനാസ്തി അപായ, തനിക്ക് ഒരു അപായവും വരാനില്ല. സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ. ഈ സംസാര സമുദ്രം എന്ന് പറയണമല്ലോ, അത് എളുപ്പത്തിൽ കടക്കാം, ഒന്നും പേടിക്കണ്ടെന്നാണ്. എന്താ ഇത്ര ധൈര്യത്തോടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഭാഗവതം പറയണു, ഗുരുവിന്റെ അനുഗ്രഹത്തില് ഇയാൾക്ക് ജ്ഞാനം എന്നുള്ള കണ്ണു തുറന്നു നോക്കുമ്പോ സമുദ്രം തരണമൊന്നും ചെയ്യേണ്ട, കാണാനേ ഇല്ലാത്ര സമുദ്രം. അനൃതാം ബുദ്ധി എന്നാണ്, കള്ളമായ സമുദ്രം. ഇവിടെ സമുദ്രമേ കാണാനില്ല എന്നാണ്. സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ ഏനൈവ യാതാഹ യഥയോസ്ത്യപാരം. എത്രയോ പൂർവസൂരികൾ, ഋഷികൾ നടന്നുപോയ മാർഗമുണ്ട് കുട്ടി. തമേവ മാർഗം തവ നിർദ്ദിശാമി, അതേ മാർഗം അതേ വഴി തനിക്ക് ഞാൻ പറഞ്ഞു തരാം, പേടിക്കരുത്. അഭയം അഭീഹി എന്ന് പറഞ്ഞ് തത്വവിചാരം ചെയ്യാൻ. തത്വവിചാരം എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യം, ഒരു ഉത്തരം. ശിഷ്യന്റെ ഉള്ളിലുള്ള ജ്ഞാനത്തിനെ ഉദ്ബുദ്ധമാക്കാനുള്ള ഗുരുവിന്റെ വഴിയാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം വധസ്തത് കവയോ വദന്തി. കഠോപനിഷത്തില് പറയണു, എഴുന്നേക്കൂ എന്നാണ്. ഉത്തിഷ്ഠത, വീണ്ടും ഉറങ്ങിപ്പോവാതെ സൂക്ഷിച്ചോളൂ, ജാഗ്രത, അലേർട്ട്നെസ്. പ്രാപ്യവരാൻ നിബോധത, തത്വം അറിയുന്നവരുടെ അടുത്ത് ചെന്ന് തത്വം ചോദിച്ചറിയുക. ചോദിച്ചറിയുക, കോൺവെർസേഷൻ വരണം, ഒരു കമ്മ്യൂണിയൻ വരണം, അപ്പോഴേ ശരിയാവുള്ളൂ. ഗുരുവിനും ശിഷ്യനും നടുവിൽ സംവാദം എന്ന് പറയുന്ന ഉപനിഷത്ത് ജനിക്കണം. സത്സംഗത്തിലും അതാണ് ജനിക്കുന്നത്. ഗുരുഭാവം ശിഷ്യഭാവം പോലും വേണ്ട. ഒരു ഹൃദയത്തിലുള്ള വസ്തു മറ്റൊരു ഹൃദയത്തിലേക്ക് പോവാനുള്ള ഒരു വെഹിക്കിളാണ് ഈ സംവാദം.
എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സമയം കളയാതെ. രാമകൃഷ്ണദേവന്റെ അടുത്ത് പോയി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ രാമകൃഷ്ണദേവൻ പറയും ഇന്ന് ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറയും. എന്നിട്ട് അവർ പോയ സ്ഥലത്ത് ഗംഗാജലം കൊണ്ടും തെളിക്കും. അശുദ്ധ ഈ സ്ഥലം എന്നാണ്. സംവാദം, ഹൃദയത്തിലുള്ള വസ്തു ഹൃദയത്തിലേക്ക് പോകണം. അതിനാണ് സംവാദം. കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ പോരാ, ഒന്നാവണം. അറ്റോൺമെന്റ്. ആ ഐക്യഭാവം വരാനാണ് ഈ സംവദിക്കുന്നത്. ശിഷ്യൻ എന്തെങ്കിലും ചോദിക്കും, ഗുരു ഉത്തരം പറയണം. പരസ്പരം അങ്ങനെയുള്ള സംവാദമാണ് ഉപനിഷത്തുകളിലൊക്കെ നമ്മൾ കാണുന്നത്. ഈ ഏകശ്ലോകി ഒരു സംവാദമാണ്. ഇവിടെ ചോദിക്കണു, അവിടുന്ന് ഉത്തരം വരണു, വീണ്ടും ചോദിക്കണു. ഇവിടെ ഗുരുനാഥൻ ഉത്തരത്തിന് പകരം ചോദ്യമാണോ കൊടുക്കണത്? രമണ മഹർഷിയുടെ ടോക്സിൽ മുഴുവൻ നോക്കിയാൽ എന്തു പറഞ്ഞാലും ഉത്തരത്തിന് പകരം ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ. അത് നോക്കിക്കോളൂ. എന്തും അങ്ങനെയാണോ ഒരു ചോദ്യമാണ്. ഉത്തരം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം, അനുഭവമായിട്ട് വരണം. വെർബൽ ആൻസർ അല്ല, എക്സ്പീരിയൻഷ്യൽ ആൻസർ. അനുഭവമായിട്ട് ഉത്തരം വരണം എന്നാണ്. അതുകൊണ്ട് ഈ സംവാദത്തില് ആചാര്യസ്വാമികൾ ഈ വൃദ്ധനോട് ചോദിക്കുകയാണ്, അങ്ങക്ക് എന്താണ് അറിയേണ്ടത്? പരമശ്രേഷ്ഠമായിട്ടുള്ളത് എന്തോ അതിനെ അവിടുന്ന് എനിക്ക് ഉപദേശിക്കും. ഏതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ ഉണ്ടാവില്ലയോ? യം ലബ്ധ്വാച അപരം ലാഭം മന്യതേ ന അധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. ഏതൊന്നിൽ നിന്നാൽ ഏറ്റവും വലിയ ദുഃഖം കൊണ്ടും ചലിക്കാതിരിക്കുമോ? മരണ ഉത്സവ യുദ്ധേഷു എന്നാണ്. മരണമോ ഉത്സവമോ യുദ്ധമോ നടക്കുമ്പോ പോലും ഏതൊന്ന് കിട്ടിയവൻ ശാന്തനായിട്ടിരിക്കുമോ? അതിനെ എനിക്ക് ഉപദേശിക്കൂ. അങ്ങനെ ഒന്നേ ഉള്ളൂ, ജ്ഞാനം. പരമകമായ ആ ജ്ഞാനം താങ്കൾക്ക് ഞാൻ ഉപദേശിക്കാം. ജ്ഞാനം ഇരുട്ടില് പോകുമ്പോ നമ്മൾ ചുവട്ടിൽ വീഴാതിരിക്കാൻ വെളിച്ചം കൊണ്ടുവരണം. അതുപോലെ ഈ സംസാര അന്ധകാരം ഇല്ലാതാക്കാനുള്ള പരമമായ വെളിച്ചമാണ് ജ്ഞാനം. ജ്യോതിയാണ് ജ്ഞാനം, അഗ്നിയാണ്. ആ അഗ്നി, ആ പരമകമായ ജ്യോതി, ആ ജ്യോതിയെ തനിക്ക് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും വലിയ വെളിച്ചത്തിനെ തനിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഈ വൃദ്ധൻ ചോദിക്കുകയാണ്, എവിടെയാണ് വെളിച്ചം? വേദം പറയുന്നു, ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. അവന്റെ പ്രകാശം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നു. ഏതൊന്ന് പ്രകാശിക്കുന്നത് കൊണ്ട് മറ്റുള്ളതൊക്കെ പ്രകാശിക്കുന്നുവോ, ഏതൊന്ന് സ്വയം പ്രകാശമോ, ഏതൊന്ന് എല്ലാത്തിനും അധിഷ്ഠാനമോ, ആ സ്വയം പ്രകാശമായ വസ്തുവിനെ ചോദിക്കുകയാണ് ഇവിടെ ശിഷ്യൻ. ശരി, കാണുന്നത് നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോവാം, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോവാം. ഇപ്പൊ നീ പ്രപഞ്ചം കാണുന്നു, എങ്ങനെ കാണുന്നു? ഇതാണ് ആദ്യത്തെ ചോദ്യം. കിം ജ്യോതിഹി തവ? എങ്ങനെയാ പ്രപഞ്ചം അറിയുന്നത്, ഈ ലോകം കാണുന്നത്? ഭാനുമാനഹനിമേ. ശിഷ്യന്റെ ഉത്തരമാണ്, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ അറിയുന്നത് എന്ന് ചോദിച്ചു. ഭാനുമാൻ അഹനിമേ. അഹനി എന്ന് വെച്ചാൽ പകൽവേളയിൽ. അഹഹ, അഹസ്, പകൽവേളയിൽ ഭാനുമാൻ, സൂര്യൻ. അഹസ് എന്ന് വെച്ചാൽ തന്നെ വെളിച്ചമെന്നാണ് അർത്ഥം. അഹസ്സിന് പുറമേക്ക് വെളിച്ചം കൊടുക്കുന്നു സൂര്യൻ. ഭാനുമാൻ അഹനിമേ. ശരി, രാത്രവും ഇത്രേ ചോദ്യമുള്ളൂ.
പകല് നീ സൂര്യ വെളിച്ചം കൊണ്ട് എല്ലാം കണ്ടു, എല്ലാം അറിഞ്ഞു എന്ന് പറയുന്നു. രാത്രവും പ്രദീപാദികം. ചന്ദ്രനെ ആശ്രയിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ വെളിച്ചം, വിളക്കുകൊണ്ട്, ഇലക്ട്രിക് ലാമ്പോ എന്തു വേണമെങ്കിലും, ഇരുട്ടത്ത് കാണാനായി എന്തെങ്കിലുമൊക്കെ വിളക്ക് ഉപയോഗിച്ച് കാണും. രാത്രവും പ്രദീപാദികം സ്യാദേവം, അങ്ങനെ ആയിക്കൊള്ളട്ടെ. രവിദീപദർശന വിധൗ കിം ജ്യോതിഹി ആഖ്യാഹി. തേ എന്നാണ് ഒരു പ്രയോഗം, ഇവിടെ മേ എന്നാണ് എടുത്തിരിക്കുന്നത്. രവിദീപദർശന വിധൗ, സൂര്യനെയും വിളക്കിനെയും ചന്ദ്രനെയും ഒക്കെ നീ എങ്ങനെ കാണുന്നു? ദൃശ്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വരികയാണ്, ചുരുക്കിക്കൊണ്ടുവരികയാണ്. ഒരു ചെറിയ മേഖലയിൽ അറിഞ്ഞാൽ മതി എന്നാണ്. രവിദീപദർശന വിധൗ കിം ജ്യോതി, സൂര്യചന്ദ്രാദികളെയും നക്ഷത്രങ്ങളെയും വിളക്കിനെയും നീ എങ്ങനെ കണ്ടു? ചക്ഷുഹു, കണ്ണുകൊണ്ട് കണ്ടു. ഓ, അപ്പൊ കണ്ണുകൊണ്ടാണ് സൂര്യനെ കാണുന്നത്, കണ്ണുകൊണ്ടാണ് നക്ഷത്രങ്ങളെ കാണുന്നത്, കണ്ണുകൊണ്ടാണ് പ്രപഞ്ചം കാണുന്നത്, അല്ലേ? അതെ. തസ്യ നിമീലനാദി സമയേക്കും, കണ്ണടയ്ക്കുമ്പോ ഒക്കെ പോയോ? കണ്ണടച്ചു, ഉള്ളിൽ എന്തൊക്കെയോ കാണുന്നു. സ്വപ്നത്തില് കണ്ണടച്ച് ഉറങ്ങുമ്പോ എത്ര ക്ലിയറായിട്ടാണ് കണ്ണില്ലാത്ത ആൾക്ക് പോലും സ്വപ്നം കാണുന്നത്. കണ്ണ് മങ്ങലായാൽ പോലും സ്വപ്നം വെളിച്ചത്തിൽ നല്ലവണ്ണം തെളിഞ്ഞു കാണുന്നു. കണ്ണിന്റെ ഉപയോഗമില്ലാതെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ സ്വയമേവ കാണുന്നു. ചെവിയുടെ ഉപയോഗമില്ലാതെ തന്നെ കേൾക്കുന്നു, മൂക്കിന്റെ ഉപയോഗമില്ലാതെ തന്നെ മണക്കുന്നു, നാവിന്റെ ഉപയോഗമില്ലാതെ തന്നെ രുചിക്കുന്നു, ത്വക്കില്ലാതെ തന്നെ സ്പർശിക്കുന്നു. അതെങ്ങനെ സാധിച്ചു? വേറെ ഒരു സാമഗ്രിയുമില്ല. ഞാൻ മാത്രമാണ് മുറിയിൽ കിടന്നുറങ്ങണത്. അവിടെ വിളക്കില്ല, കണ്ണടയില്ല, കണ്ണടച്ചിരിക്കണു. എന്തൊക്കെയോ കാണുന്നു. കാമം കാമം പുരുഷോ നിർമ്മിമാണഹം. ശ്രുതി ഉപനിഷത്ത് തന്നെ പ്രണതതാണ്. കാമം കാമം പുരുഷോ നിർമ്മിമാണഹം. ഉറങ്ങിക്കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ചിത്രം വരച്ച് കാണുന്നു, ദർശിക്കണം നല്ല വെളിച്ചത്തില്. അതെങ്ങനെ കണ്ടു? തന്റെ തന്നെ വ്യക്തിത്വത്തിനെയും അവിടെ കാണുന്നു. ഇത്രയും സാമഗ്രികൾ എവിടെ നിന്നുണ്ടായി? ഇത്രയും വെളിച്ചം എവിടെ നിന്നുണ്ടായി? സ്വപ്നം കാണാനുള്ള വെളിച്ചം ഏതാണ്? ധീഹി, ബുദ്ധിയുടെ വെളിച്ചം കൊണ്ട് കണ്ടു. ധിയോ ദർശനേക്കും, ആ ബുദ്ധിയെ ആര് കണ്ടു? ബുദ്ധിക്ക് സാക്ഷി ആര്? ബുദ്ധി ലയമാകുമ്പോ സുഷുപ്തിയിൽ ബുദ്ധി തദ്വൃത്തി സാക്ഷിണം, ബുദ്ധി തദ്വൃത്തി അഭാവ സാക്ഷിണം. ബുദ്ധിയുടെ വൃത്തിയുണ്ട്, അതിന്റെ അഭാവമുണ്ട്. അപ്പോഴും ആര് കണ്ടു? അറിഞ്ഞു. സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഒന്നും ആരറിഞ്ഞു? ഒന്നും അറിഞ്ഞില്ല എന്ന് ആരറിഞ്ഞു? ബുദ്ധിയും പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. ഒന്നും അറിഞ്ഞില്ല. ബുദ്ധിയുടെ അഭാവത്തിനെ പോലും അറിഞ്ഞുകൊണ്ട് ബുദ്ധി തദ്വൃത്തി ബുദ്ധി തദ്ഭാവം അഭാവം ച യോ വേത്തി. ബുദ്ധി പ്രവർത്തിക്കുമ്പോഴും അറിയണു, ബുദ്ധി ഇല്ലാത്ത സുഷുപ്തിയും ഭംഗിയായിട്ട് എഴുന്നേറ്റ് പറയണു ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. സുഖം മാത്രമായിരുന്നു. അവിടെ ബുദ്ധിയില്ല, അവിടെ മനസ്സില്ല, അവിടെ ഇന്ദ്രിയങ്ങളില്ല, ഒന്നുമില്ല. അവിടെ ആരുണ്ടായിരുന്നു? സുഷുപ്തിയിൽ ആരുണ്ടായിരുന്നു? സുഷുപ്തിയിൽ ബുദ്ധിയില്ല, സുഷുപ്തിയിൽ ഇന്ദ്രിയങ്ങളില്ല, സുഷുപ്തിയിൽ മനസ്സില്ല, സുഷുപ്തിയിൽ ശരീരമില്ല, സുഷുപ്തിയിൽ പ്രപഞ്ചമില്ല, സുഷുപ്തിയിൽ ഈശ്വരനില്ല, സുഷുപ്തിയിൽ ഞാൻ നീ അവൻ എന്നുള്ള വ്യക്തിത്വം ഒന്നുമില്ല. പിന്നെ അവിടെ എന്തുണ്ടായിരുന്നു? എന്തു പറയും?
അഹം ആസം എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനായിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ സ്റ്റേറ്റിനെ വെച്ച് നോക്കിയാൽ അറിയാം ഞാൻ ഈ വ്യക്തിത്വമല്ല എന്ന്. അല്ലേ? ആ ഒരവസ്ഥ വെച്ച് നോക്കിയാൽ അറിയാം ഈ വ്യക്തി ഞാനല്ല. ഈ വ്യക്തി അതിൽ ഉദിച്ചു നിന്നു മറയണു. ഇത് മറയുമ്പോഴും എനിക്ക് കേടുപാടുകൂടാതെ ഞാൻ നിൽക്കണമെന്ന് മാത്രമല്ല, നിർവൃത്തി ഫുൾഫിൽമെന്റോടുകൂടെ നിൽക്കണം. ആ സാക്ഷി അവിടെ എന്തുണ്ട്? ആ ബുദ്ധിയും ലയിച്ചുപോയ ആ അസ്തിത്വമാത്രമായ എക്സിസ്റ്റൻസ് മാത്രമായ ഉള്ള അവിടെ ആ ബുദ്ധിക്കും സാക്ഷിയായ പ്രകാശം, അതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷി ആരാ? ഭവാൻ, നീ തന്നെയാണത്. തത് ത്വമസി. സുഷുപ്തിയിലും ഏതൊന്നുണ്ടോ തത് ത്വമസി. ഭവാൻ പരമകം ജ്യോതി. എല്ലാത്തിനും ആധാരമായ ആ ഇരുപ്പുണ്ടല്ലോ, ആ പരമജ്യോതി, ആ പരമപ്രകാശം നീ തന്നെയാണ്. പരമഭാഗ്യവാൻ. നമ്മളൊക്കെ കേൾക്കുമ്പോ തല ഒലുക്കണു, മനസ്സിലായി എന്ന് പറയണു അല്ലേ? അയാള് ആ വൃദ്ധൻ തദസ്മി പ്രഭോ തത്രാത്മത്വം ദൃഢീകുറുവന് അഹമാദിഷു സന്ത്യജൻ ഉദാസീനതയാ തേഷു. ആ വൃദ്ധൻ എങ്ങനെയിരുന്നു എന്ന് വെച്ചാൽ ആ വസ്തുവാണ് താൻ എന്ന് ഉറച്ച ആ പ്രത്യഭിജ്ഞ, ആ ക്ഷണത്തിൽ ആ റെക്കഗ്നിഷൻ ഉണ്ടായി. അഹങ്കാരം, ശരീരം, മനസ്സ്, ബുദ്ധി ഒന്നും താനല്ല എന്ന് അറിഞ്ഞു. അതിനോടൊക്കെ ഉദാസീന ഭാവം വന്നു. തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ആസീനനായി. ഉദാസീനൻ എന്ന് വെച്ചാൽ ഇനി ഉയരാൻ പറ്റാത്ത സ്ഥലത്ത് ചെന്ന് ഇരിക്കണമെന്നാണ് അർത്ഥം. ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളെയാണ് നമ്മൾ ഉദാസീനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഉത്ത് എന്ന് വെച്ചാൽ ഉയർന്നിരിക്കുന്ന ആള്. ഏറ്റവും ഉയർന്ന സ്ഥലം എവിടെ? സാ കാഷ്ഠ സാ പരാഗതി. ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കി, മനസ്സിനെ ബുദ്ധിയിലടക്കി, ബുദ്ധിയെ അവ്യക്തത്തിലടക്കി, അവ്യക്താത് പുരുഷപരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠ സാ പരാഗതി. ആ പരമപുരുഷനിൽ പോയി താനായി തന്റെ സ്വരൂപത്തിൽ ഇരുന്നപ്പോ അവൻ ഉദാസീനനായി. തദസ്മി പ്രഭോ, അവന് സമാധി അനുഭവം, പ്രത്യഭിജ്ഞയുണ്ടായി. ഞാൻ അതാണ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. ഈ ശ്ലോകത്തിന് മലയാളമാണത്. ഈ കിം ജ്യോതിസ്തവ ഭാനുമാൻ എന്നുള്ള ശ്ലോകത്തിന് മലയാളമാണത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. തനി പച്ച മലയാളം, സുലളിതമായ മലയാളത്തില് ഉപനിഷദർത്ഥം ഉലൂകലേബദ്ധം എന്നൊരു ശ്ലോകമുണ്ട്. അതുപോലെ ഉപനിഷദർത്ഥത്തിനെ ഈ മലയാള പദ്യങ്ങളിൽ കെട്ടി തന്നു, നമുക്ക് ഗ്രഥിച്ചു തന്നു, അടക്കി തന്നു. ഉപനിഷദർത്ഥം മുഴുവൻ ഈ ശ്ലോകത്തിൽ തന്നു. താൻ എന്നുറയ്ക്കുമടവ്. ഇപ്പൊ കേൾക്കുമ്പോൾ മനസ്സിലാവണ്ടേ അല്ലേ? ഇത് ഒരു ഗുരുവിനടുത്ത് സംവദിച്ച് വിചാരം ചെയ്ത് മനനം ചെയ്ത് നമ്മളുടെ ദൃഷ്ടി അന്തർമുഖമാവുന്നു. അന്തർമുഖമായി പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്നും മനസ്സിലേക്കും, മനസ്സിൽ നിന്നും ബുദ്ധിയിലേക്കും, ആ ബുദ്ധിയെ സാക്ഷി മാത്രമായ കേവലമായ പ്രജ്ഞയില് ബോധത്തിൽ ഇരുത്തി 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 അഭ്യസിച്ച് അവസാനം അഖണ്ഡാകാരമായി അതാണ് ഞാൻ എന്ന് ഏതെങ്കിലും ഒരു ദിവ്യമുഹൂർത്തത്തില് പ്രത്യഭിജ്ഞ ഉണ്ടാവും. ആ പ്രത്യഭിജ്ഞ ഉണ്ടാവുന്ന ക്ഷണം മുതൽക്ക് മനസ്സോ ബുദ്ധിയോ മനനങ്ങളോ സാധനയോ ഒന്നുമില്ല. പിന്നെ സാധനയൊക്കെ അവസാനിച്ചു. അവിടെ അവിച്ഛിന്നം, ഇനി ഒരിക്കലും മറന്നു പോവാൻ ഒക്കില്ല. ആണ് പെണ്ണുവേഷം കെട്ടി നാടകത്തിൽ കളിച്ചാലും എത്ര തന്നെ പെണ്ണുപോലെ നടിച്ചാലും അയാൾ പുരുഷനാണെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? പുറമേക്ക് മനസ്സിന്റെ മണ്ഡലത്തിലൊക്കെ ഒരുപക്ഷെ അയാൾ സ്ത്രീ ആയേക്കാം.
ശരീരത്തിന്റെ മണ്ഡലത്തിൽ അയാൾ അത്ര കണ്ട് അഭിനയിച്ചാൽ പോലും അയാളുടെ ഉള്ളിൽ അയാൾ ചിന്തിക്കൊന്നും വേണ്ട ഞാൻ പുരുഷനാണെന്ന്, മനസ്സിന്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ താൻ പുരുഷനാണെന്ന് അറിയണ പോലെ അയാൾ ചിന്തിക്കുകയോ ഒന്നുമില്ലാതെ തന്നെ താൻ ആത്മാവാണെന്നുള്ളത് വ്യവഹാരത്തിലുള്ള എല്ലാ കൂത്തും കളിക്കുമ്പോഴും അയാൾക്കറിയാം. തലയിൽ കുംഭം വെച്ച് കളിക്കുന്ന സ്ത്രീ സകലതും കാണുമ്പോഴും തന്റെ തലയിലുള്ള കുംഭം വീഴാതെ ശ്രദ്ധിക്കണ പോലെ തത്വം അറിഞ്ഞ് ജ്ഞാനി, ഈ പ്രത്യപജ്ഞ ഉണ്ടായ ആള് വിഷയങ്ങളുടെ ഇടയിലൊക്കെ സഞ്ചരിക്കുമ്പോ പോലും പുങ്കാനുപുങ്ക വിഷയേക്ഷണ തത്പരോപി ബ്രഹ്മാവലോകദിശനാം ന ജഹാതി യോഗി സംഗീത താള ലയ നൃത്യ വശം ഗതാപി മൗലിസ്ഥകുംഭ പരിരക്ഷണധീഹി നടീവ. പാട്ടിനും താളത്തിനും ഒക്കെ ലയത്തിനും ഒക്കെ അനുസരിച്ച് കളിക്കുമ്പോഴും കുംഭം വീഴാതെ നോക്കണ പോലെ എന്തൊക്കെ വ്യവഹാരത്തിൽ കളിച്ചാലും തന്റെ സ്വരൂപ വിസ്മൃതി വിഭ്രംശ ഉണ്ടാവാതെ ഇരിക്കും. അതിന് ഈ സംവാദം ഉണ്ടാവണം. ഈ സംവാദം തുടർന്ന് കുറച്ചുകൂടെ എത്ര കണ്ട് വിശദമാക്കാൻ പറ്റുമോ അത്രയും വിശദമാക്കി ഇന്ന് നമ്മളൊന്ന് തുടങ്ങി വെച്ചു ആ ശ്ലോകം. നാളെ ഈ ശ്ലോകം തന്നെ ഒന്നുകൂടെ ഒന്ന് വിസ്തരിച്ച് നമ്മൾ വിചാരം ചെയ്യാം. ഈ 3 ദിവസത്തെ ദിനത്രയം നാളെ പൂർത്തിയാവുകയാണ്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.